शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तत्क्षणात्। निगमकल्पतरोर्गलितं फलं सुगमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव। पुत्रेति तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्ययिमा पुरो विभुः निर्मायसेते यदमूषु पूरुषः। भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् भजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। वातालयेशमनिशं हृदि भावयामि। ॐ नमो भगवते वासुदेवाय। ॐ नमो नारायणाय। ॐ
ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധത്തിലെ 52-ാം അധ്യായം ഇന്നലെ വൈകിട്ട് ആരംഭിച്ചു. ഇന്ന് അതിലെ രുക്മിണീ സ്വയംവര പ്രസ്താവം ആരംഭിക്കും. അപ്പോൾ നമുക്ക് 52-ാം അധ്യായം ആദ്യം തൊട്ട് തന്നെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 55-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇത്തം സോനുഗൃഹീതോംഗ കൃഷ്ണേനേക്ഷ്വാകുനന്ദനഃ തം പരിക്രമ്യ സന്നമ്യ നിശ്ചക്രാമ ഗുഹാമുഖാത്. സവീക്ഷ്യ ക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ വീരുദ്വനസ്പതീൻ മത്വാ കലിയുഗം പ്രാപ്തം ജഗാമ ദിശമുത്തരാം. തപശ്രദ്ധായുതോ ധീരോ നിസ്സംഗോ മുക്തസംശയഃ സമാദായ മനഃകൃഷ്ണേ പ്രാവിശദ്ഗന്ധമാദനം. ബദര്യാശ്രമമാസാദ്യ നരനാരായണാലയം സർവദ്വന്ദ്വസ്സഹ ശാന്തഃ തപസാരാധയദ്ഹരിം. ഭഗവാൻ പുനരാവ്രജ്യ പുരീം യവനവേഷ്ടിതാം ഹത്വാ മ്ലേച്ഛബലം നിന്യേ തദീയം ദ്വാരകാം ധനം. നിയമാനേ ധനേ ഗോഭിഃ നൃഭിശ്ചാച്യുതചോദിതൈഃ ആജഗാമ ജരാസന്ധഃ ത്രയോവിംശത്യനീകപഃ. വിലോക്യ വേഗരഭസം രിപുസൈന്യസ്യ മാധവൗ മനുഷ്യചേഷ്ടാമാപന്നൗ രാജൻ ദുദ്രുവദുർദ്രുതം. വിഹായ വിത്തം പ്രചുരം അഭീതൗ ഭീരുഭീതവത് പദ്ഭ്യാം പദ്മപലാശാഭ്യാം ചേരതുർബഹുയോജനം. പലായമാനൗ തൗ ദൃഷ്ട്വാ മാഗധപ്രഹസൻ ബലി അന്വധാവത് രഥാനീകൈഃ ഈശയോരപ്രമാണവിത. പ്രദ്രുത്യ ദൂരം സംശ്രാന്തൗ തുംഗമാരുഹതാം ഗിരിം പ്രവർഷണാഖ്യം ഭഗവാൻ നിത്യതാ യത്ര വർഷതി. ഗിരൗ നിലീനൗ ആജ്ഞായ നാധിഗമ്യ പദം നൃപ ദദാഹ ഗിരിമേദോഭിഃ സമന്താദഗ്നിമുത്സൃജൻ. തദ ഉൽപത്യ തരസാ ദഹ്യമാന തടാദുബൗ ദശൈകയോജനോത്തുംഗാത് നിപേതദുർ അധോ ഭുവി. അലക്ഷ്യമാണൗ രിപുണാ സാനുഗേന യദുത്തമൗ സ്വപുരം പുനരാജാതൗ. സമുദ്രപരിഘാം നൃപം സോപി ദഗ്ധൗ ഇതി മൃഷാമന്വാനോ ബലകേശവൗ ബലമാകൃഷ്യ സുമഹൻ മഗധാൻ. ബലമാകൃഷ്യ സുമഹത് മഗധാൻ മാഗധോ യയൗ. ആനർത്താധിപതി ശ്രീമാൻ രൈവതോ രേവതീം സുതാം ബ്രഹ്മണാ ചോദിതഃ പ്രാഗാത് ബലായേതി പുരോദിതം. ഭഗവാനപി ഗോവിന്ദഃ ഉപയേമേ കുരുദ്വഃ വൈദർഭീം ഭീഷ്മകസുതാം ശ്രിയോ മാത്രാം സ്വയംവരെ. പ്രമഥ്യതരസാരാജ്ഞഃ സാൽവാദീൻ ചൈദ്യപക്ഷകാൻ പശ്യതാം സർവലോകാനാം താർക്ഷ്യപുത്രഃ സുധാമിവ. രാജോവാച. ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം. ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസഃ യദാ മാഗധസൽവാദീൻ ജിത്വാ കന്യാമുപാഹരത്. ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യാ മാധ്വീർലോകമലാപഹാഃ
को नु तृप्येत शृण्वानः श्रुतज्ञो नित्यनूतनाः। श्रीशुक उवाच राजासीत् भीष्मको नाम विदर्भाधिपतिर्महान् तस्य पञ्चाभवन् पुत्राः कन्यैका च वरानना रुक्म्यग्रजो रुक्मरथो रुक्मबाहुरनन्दरः रुक्मकेशो रुक्ममाली रुक्मिण्येषां स्वसा सती। सोपसृत्य मुकुन्दस्य रूपवीर्यगुणश्रियः गृहागतैर्गीयमानाः तं मेने सदृशं पतिं तां बुद्धिलक्षणौदार्यरूपशीलगुणाश्रयां कृष्णश्च सदृशीं भार्यां समुद्वोढुं मनोदधे। बन्धूनामिच्छतां दातुं कृष्णाय भगिनीं नृप ततो निवार्य कृष्णद्विद्रुक्मी चैद्यम् अमन्यत। तदवेत्यासितापाङ्गी वैदर्भी दुर्मना वृशं विचिन्त्याप्तं द्विजं कञ्चित् कृष्णाय प्राहिणोद्धृतं। द्वारकां समभ्येत्य प्रदीहारैः प्रवेशितः अपश्यदाद्यं पुरुषम् आसीनं काञ्चनासने। दृष्ट्वा ब्रह्मण्यदेवस्तम् अवरुह्य निजासनात् उपवेश्यार्हयाञ्चक्रे यदात्मानं दिवौकसः। तं भुक्तवन्दं विश्रान्तम् उपगम्य सतां गतिः पाणिनाभिमृशन् पादौ अव्यग्रस्तम् अपृच्छत। कच्चिद्विजवरश्रेष्ठ धर्मस्ते वृद्धसम्मतः वर्ततेनादिकृच्छ्रेण सन्तुष्टमनसः सदा। सन्तुष्टो यर्हि वर्तेत ब्राह्मणो येन केनचित् अहीयमानस्वाद्धर्माद् स हि अस्याखिलकामदुःखम्। असन्तुष्टो असकृद्लोकान् आप्नोत्यपि सुरेश्वरः अकिञ्चनोऽपि सन्तुष्टः शेते सर्वाङ्गविज्वरः। विप्रान् स्वलाभसन्तुष्टान् साधून् भूतसुहृत्तमान् निरहङ्कारिणः शान्तान् नमस्ये शिरसा सकृत्। कच्चिद्वः कुशलं ब्रह्मन् राजतो यस्य हि प्रजाः सुखं वसन्ति विषये पाल्यमानाः समे प्रियः। यतस्त्वम् आगतो दुर्गं निस्तीर्येह यदिच्छया सर्वं नो ब्रूहि अगुह्यं चेत् किं कार्यं करवामते। एवं सम्पृष्टसम्प्रश्नो ब्राह्मणः परमेष्ठिना लीलागृहीतदेहेन तस्मै सर्वम् अवर्णयत्। रुक्मिण्युवाच श्रुत्वा गुणान् भुवनसुन्दर शृणुतां ते निर्विश्य कर्णविवरैर्हरतोऽङ्गतापम्। रूपं दृशां दृशिमताम् अखिलार्थलाभम् त्वय्यच्युता विशति चित्तमपत्रपं मे। का त्वा मुकुन्द महतीकुलशीलरूपविद्यावयो द्रविणधामभिरात्मतुल्यम्। धीरापतिं कुलवती न वृणीतकन्या काले नृसिंह नरलोकमनोभिरामम्। तन्मे भवान् खलु वृतः पतिरङ्गजायाम् आत्मार्पितश्च भवतोऽत्र विभो विधेहि। मा वीरभागमभिमर्शतु चैद्य आरात् गोमायुवत् मृगपतेर्बलिमम्बुजाक्ष। पूर्तेष्टदत्तनियमव्रतदेव विप्रकुर्वर्चनादिविरलं भगवान् परेशः। आराधितो यदि गदाग्रजयत्यपाणिं गृह्णातु मे नदमघोषसुतादयोन्ये। शोभाविनि त्वमजितोद्वहने विदर्भान् गुप्तः समेत्य पृतनापदिभिः परीतः। निर्मध्य चैद्यमगतेन्द्रबलं प्रसह्य मां राक्षसेन विधिनोद्वहवीर्यशुल्काम्। अन्तःपुरान्तरचरीम् अनिहत्य बन्धून् त्वामुद्वहे कथमिति प्रवदाम्युपायम्। पूर्वेद्युरस्ति महती कुलदेवी यात्रा यस्यां बहिर्नववधूर्गिरिजामुपेयात्।
യസ്യാംഗ്രിപങ്കജരജസ്നപനം മഹാന്തോ വാഞ്ചന്ത്യുമാപതിരിവാത്മതമോപഹത്यै യർഹ്യംബുജാക്ഷ നലഭേയ ഭവത്പ്രസാദം ജഹ്യാം അസൂൻ വ്രതകൃശാൻ ശതജന്മഭിസ്യാത്. ബ്രാഹ്മണ ഉവാച ഇത്യേതേ ഗുഹ്യസന്ദേശാഃ യദുദേവമയാ ഹൃദാഃ വിമൃശ്യ കർത്തും യച്ഛാത്ര ക്രിയതാം തദനന്തരം. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്വാഹ പ്രസ്താവേ ദ്വിപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കറക്റ്റ് ഒരു മിനിറ്റ് പോരാ. കൃത്യസമയത്ത് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ചെറുപ്പക്കാരാണ് എന്തൊക്കെയാ ഒരു കലാപരിപാടികൾ പ്രാക്ടീസ് ചെയ്യുക കൃത്യസമയത്ത്. ചെറുപ്പക്കാരല്ലേ, പല വേടന്മാരുടെ കയ്യിലും പോയി പെടരുത് എന്ന് വിചാരിച്ച് നല്ല കാര്യങ്ങൾ വല്ലതൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരിക പലപ്പോഴും. ഇപ്പോൾ കേരളത്തെ മുഴുവൻ ഒരു ഭ്രാന്തൻ ലഹരി അടിമയായിട്ടുള്ളൊരു വേടൻ കീഴടക്കിയിരിക്കുകയാണ്. ആ വേടൻ്റെ അഡിക്റ്റഡ് ആയിരിക്കുന്നു. വേടൻ്റെ തല്ലിപ്പൊളി രാഷ്ട്രീയ പാട്ടുകൾക്കും എന്താ പറയുക മതവിദ്വേഷവും ജാതി കലഹങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന പാട്ടുകളാണ് അയാൾ സ്വയം നിർമ്മിച്ച് പാടുന്ന വിഡ്ഢിത്തരങ്ങൾ. ഇതെല്ലാം തീവ്രവാദികളാണ് അതിൻ്റെ പുറകിൽ. അപ്പം അങ്ങനെയുള്ള വേടന്മാരുടെ കാലമാണ്. അപ്പോൾ വേടന്മാരുടെ വലയിൽ വീഴരുത് നമ്മളുടെ ചെറുപ്പക്കാർ. അതിനുവേണ്ടി കുറച്ച് നമ്മൾ ഫ്രീഡമൊക്കെ കൊടുക്കണം. അപ്പോഴേക്കും അത് ഇന്നലെ രാത്രി 11:30-11:45 അവരുടെ പ്രാക്ടീസുകൾ, ഡാൻസും പാട്ടും ഒക്കെ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. ഇപ്പോൾ നമ്മൾ ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 52-ാം അധ്യായത്തിൽ 20 ശ്ലോകങ്ങൾ കണ്ടു. കഴിഞ്ഞ 20 ശ്ലോകങ്ങളിൽ മുചുകുന്ദൻ്റെ കഥ ഉപസംഹരിച്ചു. അദ്ദേഹം ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ബദരീനാഥത്ത് നരനാരായണ പർവ്വതത്തിൽ ചെന്ന് തപസ്സനുഷ്ഠിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം യവന സൈന്യത്തെ ഭഗവാൻ വധിച്ചു. ആ യവനന്മാരുടെ ധനവും മറ്റുമായി ദ്വാരകയിലേക്ക് പോകുന്ന വഴി ജരാസന്ധൻ വീണ്ടും 23 അക്ഷൗഹിണി സൈന്യവുമായിട്ട് ആക്രമിക്കാൻ വന്നു. ആ സമയത്ത് ഭഗവാനും ബലരാമസ്വാമിയും ഭീരുക്കളെപ്പോലെ അഭിനയിച്ചുകൊണ്ട് ഈ ധനമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഓടുന്നത് പോലെ ഒരു പർവ്വതത്തിലേക്ക് ഓടിക്കയറിയെന്നും കുറേ ദൂരം ജരാസന്ധൻ അവരെ അനുഗമിച്ചു, പക്ഷേ കിട്ടിയില്ല. പർവ്വതത്തിൻ്റെ മുകളിൽ പോയതായിട്ടുള്ള സമയത്ത് എവിടെയോ മറഞ്ഞു. അതുകൊണ്ട് ആ പർവ്വതത്തിന് മൊത്തം ചുറ്റും ഇന്ധനങ്ങളെ കൊണ്ട് വിറകുകൊണ്ട് തീ വെച്ചു. ആ തീയിൽ രാമകൃഷ്ണന്മാർ ദഹിച്ചു കാണും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തൻ്റെ സൈന്യത്തെയും തിരിച്ച് വിളിച്ചുകൊണ്ട് സുമഹത് ബലം ആകൃഷ്യ മഗധാൻ മാഗധോ യയം. ആ മഗധൻ മഗധത്തിലേക്ക്, മഗധദേശത്തിലേക്ക് യാത്രയായി. അങ്ങനെ ജരാസന്ധൻ്റെ കഥ തൽക്കാലം അവിടെ ഉപസംഹരിച്ചു. ഇനി ജരാസന്ധൻ വരാൻ പോകുന്നത് നമ്മുടെ രാജസൂയയാഗത്തോടനുബന്ധിച്ചാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ ആനർത്താധിപതി ശ്രീമാൻ രൈവതോ രേവതീം സുതാം ബ്രഹ്മണാ ചോദിത പ്രാത ബലായേതി പുരോദിതം. ആനർത്താധിപതിയായ ആ രൈവതൻ എന്നുള്ള കഗുദ്മി രാജാവ് ഇക്ഷ്വാകു വംശത്തിലെ രാജാവായിരുന്നു. അദ്ദേഹം തൻ്റെ പുത്രിയായ രേവതിയെ ബ്രഹ്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ബലരാമസ്വാമിക്കായിക്കൊണ്ട് പ്രാതാത് പ്രകർഷേണ ദാനം ചെയ്തു. ഇതി പുരാ ഉദിതം എന്ന് മുമ്പേ പറഞ്ഞുവല്ലോ എന്ന് സുഖബ്രഹ്മർഷി പറഞ്ഞു. അത് നമ്മൾ കണ്ടു. നവമസ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 29 മുതൽ 36 വരെയുള്ള 6-7 ശ്ലോകങ്ങളിലായിട്ട് ആ കഥ ബലരാമസ്വാമിയെ ഈ രേവതിക്ക് വിവാഹം ചെയ്തു കൊടുത്ത കഥ. അതിനുശേഷം 16-17 ശ്ലോകങ്ങളിൽ രുക്മിണീ സ്വയംവരത്തെക്കുറിച്ച് സുഖബ്രഹ്മർഷി ചുരുക്കി പറഞ്ഞു. ഭഗവാനപി ഗോവിന്ദഃ ഉപയേമേ കുരുദ്വഃ വൈദർഭീം ഭീഷ്മകസുതാം ശ്രിയോ മാത്രാം സ്വയംവരേ. ആ ഭഗവാൻ ഗോവിന്ദനും ഭീഷ്മകപുത്രിയായ ലക്ഷ്മിയുടെ അംശമായ ശ്രിയോ മാത്രാം വൈദർഭീം, ആ വിദർഭ രാജകുമാരിയായിട്ടുള്ള ഭീഷ്മകപുത്രിയായ രുക്മിണിയെ ഉപയമേ ഭഗവാൻ വിധി പ്രകാരം അല്ലെങ്കിൽ സ്വയംവരത്തിൽ ഉപയമിച്ചു. എങ്ങനെയാണ്? പ്രമത്യ തരസാരാജ്ഞ സാൽവാദീൻ ചൈദ്യപക്ഷകാൻ. ആ ശിശുപാലന്റെ അനുകൂലന്മാരായിരിക്കുന്ന സാൽവൻ മുതലായിട്ടുള്ള രാജാക്കന്മാരെയെല്ലാം ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയിട്ട് പ്രമത്യ തരസ സർവലോകാനാം പശ്യത, എല്ലാവരും നോക്കി നിൽക്കുക, എല്ലാവരുടെ മുമ്പിലും വെച്ച് താർക്ഷ്യപുത്ര സുധാമിവ. ആ താർക്ഷ്യപുത്രൻ ഗരുഡൻ എങ്ങനെയാണോ അമൃത കലശത്തെ ഇന്ദ്രനെ ജയിച്ച് കൊണ്ടുപോയത്, തൻ്റെ അമ്മയായ വിനതയെ കദ്രുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അമൃതം നാഗങ്ങൾക്ക് കൊടുക്കാനായിക്കൊണ്ട് കൊണ്ടുപോയതുപോലെ എന്ന് പറഞ്ഞു. അതുവരെയാണ് പറഞ്ഞു നിർത്തിയത് തോന്നുന്നു നമ്മൾ.
17 വരെയാണോ 20 വരെയാണോ എന്തായാലും അല്ല 20 വരെ പറഞ്ഞിട്ടുണ്ട്. രാജോവാച ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം. പരീക്ഷിത്ത് രാജാവ് ഭഗവാന്റെ ഈ രുക്മിണീ സ്വയംവരത്തെക്കുറിച്ച് വിശദമായി കേൾക്കാനായിട്ട് ജിജ്ഞാസ പ്രകടിപ്പിക്കുന്നു. രുചിരാനനയായ ഭീഷ്മകപുത്രിയായ രുക്മിണിയെ ഭഗവാൻ രാക്ഷസവിധിപ്രകാരം വിവാഹം കഴിച്ചു എന്ന് ശ്രുതം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഹേ ഭഗവൻ, അമിത തേജസഃ കൃഷ്ണസ്യ യഥാമാഗതസാൽവാദീൻ ജിത്വാ കന്യാമുപാഹരത്. ആ കഥ ശ്രോതുമിച്ഛാമി. അപ്പൊ അമിത തേജസ്വിയായ കൃഷ്ണൻ എങ്ങനെയാണ് ജരാസന്ധൻ, സാൽവൻ മുതലായവരെ ജയിച്ച് ഈ രുക്മിണി എന്ന കന്യയെ അപഹരിച്ചു കൊണ്ടുപോയത്, ആ കഥ കേൾക്കണം. ശ്രോതുമിച്ഛാമി. ബ്രഹ്മൻ കൃഷ്ണകഥാഃ പുണ്യാ മാധ്വീർലോകമലാപഹാഃ കോനു തൃപ്യേത ശൃണ്വാനഃ ശ്രുതജ്ഞോ നിത്യനൂതനാഃ. അല്ലയോ ബ്രഹ്മൻ, ആ കൃഷ്ണകഥകൾ പുണ്യങ്ങളാകുന്നു, മധുരമുള്ളതാകുന്നു, മധു കൂറുന്നതാകുന്നു. ലോകമലാപഹ, ലോകത്തിൻ്റെ കേൾക്കുന്നവരുടെയൊക്കെ മനസ്സിലെ മാലിന്യങ്ങളെയെല്ലാം നശിപ്പിക്കുന്നതാകുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ നിത്യനൂതനാഹ കഥാഹ, എന്നും നൂതനങ്ങളായിരിക്കുന്ന കഥകളെ ശൃണ്വാനഹ, കേൾക്കുന്നതായിട്ടുള്ള ഏതൊരുവൻ കോനു തൃപ്യേത, തൃപ്തനാവും. അവൻ ശ്രുതജ്ഞൻ ആണെങ്കിൽ, ശ്രുതജ്ഞൻ എന്നാൽ കേൾക്കേണ്ടതിനെക്കുറിച്ച് അറിവുള്ളവൻ, വിവേകമുള്ളവൻ. എന്താണ് ഉത്തമം, കേൾക്കുന്ന കാര്യങ്ങളിൽ, കേൾക്കേണ്ട കാര്യങ്ങളിൽ ഉത്തമമായിട്ടുള്ളത് എന്താണ് എന്ന് വിവേകമുള്ള ആളുകൾ, അങ്ങനെയുള്ള ഒരാൾ ഇതിൽ നിന്ന് വിരമിക്കുമോ? കേട്ടതിൻ്റെ സാരത്തെ അറിയുന്ന ഒരു പണ്ഡിതൻ, ഒരു ബുദ്ധിമാൻ, ഒരു വിവേകി ഭഗവാന്റെ കഥകളിൽ നിന്ന് പിന്തിരിയുമോ? ഇല്ല തന്നെ. അപ്പം അതിനെക്കുറിച്ചാണ് ചോദ്യം ചെയ്തു. ഇനി അതിന് മറുപടിയായിട്ട് ശ്രീശുക ബ്രഹ്മർഷി ഭഗവാന്റെ രുക്മിണി സ്വയംവര കഥ വിശദമായി പറയാൻ ആരംഭിക്കുന്നു. ഈ അധ്യായത്തിലും ഇനി വരുന്ന 2 അധ്യായങ്ങളിലുമായിട്ടാണ് 53ഉം 54ലുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് രുക്മിണി സ്വയംവര കഥ. ശ്രീശുക ഉവാച രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യൈകാ ച വരാനന രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരനന്ദരഃ രുഗ്മകേശോ രുക്മമാലീ രുക്മിണ്യേഷാം സ്വസാസതി സോപസൃത്യ മുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയഃ ഗൃഹാഗതൈർഗീയമാനാഃ തം മേനേ സദൃശം പതിം താം ബുദ്ധിലക്ഷണ ഔദാര്യ രൂപശീലഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്വോടും മനോദധേ. ശ്രീശുക ഉവാച രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യൈകാ ച വരാനന. ശുകബ്രഹ്മർഷി രുക്മിണി സ്വയംവരം പറയാൻ രുക്മിണിയെ പരിചയപ്പെടുത്തുന്നു. രുക്മിണി എങ്ങനെയുള്ളവളാണ്, രുക്മിണിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, രുക്മിണിയുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്, പ്രൊഫൈൽ എന്താണ് ഒക്കെ അവതരിപ്പിക്കുകയാണ് അല്ലേ. രാജാ ആസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതി മഹാൻ. ഭീഷ്മകഃ നാമ രാജാ ആസീത്. ഭീഷ്മകൻ എന്ന പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. എവിടെ? വിദർഭാധിപതിയായിട്ട്, വിദർഭദേശത്തിന്റെ അധിപതിയായിട്ട്. അപ്പോൾ വിദർഭ എന്നുള്ളതാണ് ദേശത്തിൻ്റെ പേര്. നമ്മുടെ ഇന്നത്തെ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ പ്രദേശമൊക്കെ വിദർഭ എന്നുള്ളതായിട്ടുള്ള ദേശമാണ്.
വിദർഭദേശം, പണ്ടത്തെ വിദർഭദേശമാണ് മഹാരാഷ്ട്ര. അതിൽ പ്രധാനം നാഗ്പൂർ ആണ് അതിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് ക്വാർട്ടേഴ്സ്. എന്തായാലും ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ വിദർഭാധിപതി ഭീഷ്മകഃ നാമ രാജ ആസീത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? മഹാൻ എന്ന് പറഞ്ഞു, വളരെ യോഗ്യനായിട്ടുള്ള ആളാണ്, ഉത്തമ ഗുണങ്ങളെല്ലാമുള്ള ഉദാരഹൃദയനാണ്, ഗംഭീരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഭീഷ്മകൻ, രാജ്യത്തിൻ്റെ പേര് വിദർഭ. തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യൈകാ ച വരാനനാം. തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യാ ഏകാ വരാനനാം. തസ്യ അദ്ദേഹത്തിന് പുത്രാഃ പഞ്ച അഭവന്, പഞ്ചപുത്രാഃ അഭവന്, അദ്ദേഹത്തിന് 5 പുത്രന്മാർ ഭവിച്ചിരുന്നു. ഏകാ കന്യ, കന്യയാവട്ടെ ഒരുവളായിരുന്നു. അപ്പോൾ ഒരു മകളും 5 മക്കളും ആൺമക്കളും ഉണ്ടായിരുന്നു. ആ കന്യ എങ്ങനെയുള്ളവള്? വരാനന, വളരെ ശ്രേഷ്ഠമായ മുഖത്തോടു കൂടിയവൾ, മുഖലക്ഷണം തികഞ്ഞവൾ, സുന്ദരി എന്നർത്ഥം. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണല്ലോ. തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യൈകാച വരാനനാം. ആ ഏട്ടന്മാര്, രുക്മിണിയുടെ ജ്യേഷ്ഠന്മാരെ 5 പേരുടെ പേരുകൾ എടുത്ത് പറയുന്നു. രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹു അനന്തരഃ രുക്മകേശോ രുക്മമാലീ. പിന്നെ രുക്മിണ്യേഷാം സ്വസാ സതീ. രുക്മിണി യേഷാം സ്വസാ സതി. രുക്മിണി യേഷാം, യേഷാം എന്ന് പറഞ്ഞാൽ ഈ സഹോദരന്മാരുടെ, ഈ ജ്യേഷ്ഠന്മാരുടെ 5 പേരുടെ സ്വസാ, സ്വസാ എന്ന് പറഞ്ഞാൽ സഹോദരി. സതി എന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങളെല്ലാം തികഞ്ഞവൾ, ശോഭനങ്ങളായ സത്തായ ഗുണങ്ങളുള്ളവൾ, ഈശ്വരാഭിമുഖ്യമുള്ളവൾ, സദാചാരമുള്ളവൾ, നല്ല ശീലങ്ങളെല്ലാം ഉള്ളവൾ. അപ്പം അങ്ങനെയുള്ള സത്യസന്ധയും എല്ലാമായിരിക്കുന്ന രുക്മിണി ഇവരുടെ ഈ 5 പേരുടെ സഹോദരിയായിരുന്നു. ഈ 5 പേരുടെ പേരെന്തെല്ലാമാണ്? രുക്മി അഗ്രജഃ. അഗ്രജഃ രുക്മി. ഏട്ടന്റെ പേര് രുക്മിയാണ്, മൂത്ത ആളാണ് രുക്മി. രുക്മരഥഃ, രണ്ടാമന്റെ പേര് രുക്മരഥൻ. രുക്മബാഹു അനന്തരഃ, അനന്തരൻ എന്ന് പറഞ്ഞാൽ മൂന്നാമൻ. രുക്മരഥന്റെ അനന്തരനായിട്ട് രുക്മബാഹു. അപ്പൊ മൂന്നാമന്റെ പേര് രുക്മബാഹു. രുക്മകേശഃ, നാലാമന്റെ പേര് രുക്മകേശൻ. 5-ാമന്റെ പേര് രുക്മമാലി. അപ്പൊ എല്ലാവരുടെ പേരും രുക്മ ശബ്ദത്തിലാണ് അല്ലേ തുടങ്ങുന്നത്. രുക്മം എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ പര്യായമാണ്. അപ്പോ ജ്യേഷ്ഠൻ തനി സ്വർണം അല്ലേ, എല്ലാവരുടെയും ആ ബുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്, എല്ലാവരുടെയും സംസ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നർത്ഥം. എല്ലാം ഭൗതിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആളുകളാണ് എന്നർത്ഥം. രുക്മരഥഃ, രുക്മബാഹു, രുക്മകേശഃ, രുക്മമാലി. അങ്ങനെ 5 രുക്മന്മാർക്ക് സഹോദരിയായിട്ട് രുക്മിണി, രുക്മിണിയായ അനുജത്തിയും. അപ്പോൾ ഇവളെ മാത്രം എല്ലാ ഗുണങ്ങളും തികഞ്ഞവൾ, രുചിരാനന എന്നൊക്കെ വിശേഷിപ്പിച്ച് വർണ്ണിച്ചു. മറ്റവരുടെ പേര് മാത്രം എടുത്തു പറഞ്ഞു, കാരണം അത്രയ്ക്കേ യോഗ്യത ഉണ്ടാവുള്ളൂ എന്നർത്ഥം. സോപസൃത്യ മുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയഃ ഗൃഹാഗതൈർഗീയമാനാഃ തം മേനേ സദൃശം പതിം. സോപസൃത്യ മുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയഃ ഗുഹാഗതൈർഗീയമാനാഃ തം മേനേ സദൃശം പതിം. സോപശ്രുത്യ എന്ന് പറഞ്ഞാൽ സാ ഉപശ്രുത്യ. സാ അവൾ, ആരാണവൾ? രുക്മിണി. ഉപശ്രുത്യ ശ്രവണം ചെയ്തിട്ട്, വേണ്ടതുപോലെ കേട്ടിട്ട്, അടുത്ത് കേട്ടിട്ട്. എന്ത് കേട്ടിട്ട്? മുകുന്ദസ്യ രൂപ വീര്യ ഗുണശ്രിയഃ. മുകുന്ദന്റെ, ഭഗവാന്റെ, കൃഷ്ണന്റെ രൂപസൗന്ദര്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ പരാക്രമങ്ങൾ, വീര്യങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ, നന്മകൾ, എന്തെല്ലാം നല്ല ഗുണങ്ങളുണ്ട്. ശ്രീയഃ, അദ്ദേഹത്തിന്റെ ഐശ്വര്യം മുതലായിട്ടുള്ള ആ ഗുണങ്ങളെക്കുറിച്ചെല്ലാം ഉപശ്രുത്യ കേട്ടു. ആരിൽ നിന്ന്? ഗൃഹാഗതൈഃ ഗീയമാനാഃ, ഗൃഹാഗതന്മാര്. അപ്പൊ അച്ഛന്റെ അടുത്തേക്ക് ഈ ഭീഷ്മക രാജാവിനെ കാണാനായിട്ട് പല മഹാത്മാക്കളും സത്സംഗത്തിനായിട്ട് വരും, പ്രത്യേകിച്ച് നാരദനെ പോലെയൊക്കെയുള്ള ആളുകൾ.
നാരദൻ്റെ പേര് പിന്നീട് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നാരദാദികളിൽ നിന്ന് കേട്ടിട്ട് ഗൃഹാഗതൈഹി ഗീയമാനാഹ ഗാനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള മുകുന്ദസ്യ രൂപവീര്യ ഗുണശ്രിയ, മുകുന്ദൻ്റെ വീര്യം, രൂപം, ഗുണം, ശ്രീ ഇതെല്ലാം ഈ ഗൃഹാഗതന്മാർ ഗാനം ചെയ്യുകയാണ്, കീർത്തിക്കുകയാണ്. അപ്പം അങ്ങനെ പലരിൽ നിന്നും കേട്ടിട്ട് മേനെ സദൃശം പതി, മേനെ കരുതി, നിശ്ചയിച്ചു എന്നൊക്കർത്ഥം. സ്വയം കരുതി. എന്ത് കരുതി? സദൃശം പതി, എനിക്ക് അനുരൂപനായിട്ടുള്ള രക്ഷകനാണ്, പതിയാണ്, എന്നെ പാലനം ചെയ്യാൻ യോഗ്യനായിട്ടുള്ള ഭർത്താവാണ്, ഞാൻ ഇദ്ദേഹത്തെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് മനസ്സുകൊണ്ട് ആ രുക്മിണീദേവി ഭഗവാനിൽ ഉറപ്പിച്ചു. ഭഗവാനെ ഭർത്താവാകാനായിട്ട് കാമിച്ചു. ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ, പരാക്രമങ്ങളെല്ലാം കേട്ടപ്പോൾ ഈ കൃഷ്ണനെ തന്നെ താൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് മനസ്സുറച്ചു. അപ്പോൾ വെറുതെ ഉറച്ചതല്ല അല്ലേ? മഹാത്മാക്കളിൽ നിന്ന് ഭഗവാന്റെ മാഹാത്മ്യം കേട്ടപ്പോഴാണ് രുക്മിണിയുടെ മനസ്സ് ഭഗവാനിൽ ഉറച്ചത്. അപ്പോൾ ഇത് നമുക്കുള്ള സൂചനകളാണ്. നമ്മുടെ മനസ്സും ഭഗവാനിൽ ഉറയ്ക്കണമെങ്കിൽ നിരന്തരം ഭഗവാന്റെ കഥകൾ കേൾക്കണം, സത്സംഗങ്ങളിൽ ഏർപ്പെടണം, ഭഗവാന്റെ കഥകൾ പറയുന്നിടത്ത് എത്തണം അല്ലേ? എപ്പോഴും ഭഗവാന്റെ കഥ കേൾക്കാനുള്ളതായിട്ടുള്ള ഭാഗ്യം ലഭിക്കണം. അങ്ങനെ പലരും വന്ന് പാടുന്നത് കേട്ട് കൃഷ്ണനിൽ മനസ്സുറപ്പിച്ചു. താം ബുദ്ധിലക്ഷണ ഔദാര്യ രൂപശീല ഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്വോടും മനോദധേ. താം ബുദ്ധിലക്ഷണ ഔദാര്യ രൂപശീല ഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്വോടും മനോദധേ. ഭഗവാൻ എങ്ങനെയാണ് തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഭഗവാൻ അവിടെ വിവരമൊത്തും. സർവാന്തര്യാമിയാണ്, എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപനായിരിക്കുന്നവനാണ്. അതുകൊണ്ട് ആരും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എന്നാലും ചിലപ്പോൾ നാരദ മഹർഷിയെ പോലെയുള്ളവരൊക്കെ വന്ന് കൊളുത്തിയിട്ടുണ്ടാവും. അവിടെയും കൊളുത്തും ഇവിടെയും കൊളുത്തും അല്ലേ? നാരദ മഹർഷി ഈ രുക്മിണിയെ കണ്ട് അല്ലെങ്കിൽ വിദർഭ രാജ്യത്തുനിന്ന് നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോകും. ഭഗവാന്റെ അടുത്ത് പോയി സ്വകാര്യമായിട്ട് സംസാരിച്ച് പറയും, അതേ ഇങ്ങനൊരാള് അങ്ങയുടെ കഥകളൊക്കെ കേട്ട് അങ്ങയിൽ മയങ്ങി മനസ്സ് അങ്ങയിൽ അർപ്പിച്ച് വിവാഹം അങ്ങയെ തന്നെ കഴിക്കുള്ളൂ എന്നുള്ളൊരു ധാരണയോടുകൂടി ഇരിക്കുന്നുണ്ട് എന്ന് ചിലപ്പോൾ നാരദ മഹർഷിയെ പോലെയുള്ളവർ വന്ന് പറഞ്ഞു കാണും. എന്തായാലും ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ല. ആർക്കെങ്കിലും അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയും ആവാന്ന് പറഞ്ഞതേ ഉള്ളൂ. സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാന് ആരെങ്കിലും നമ്മൾ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വിളി കേട്ടിരിക്കും. നമ്മൾ ഒരടി അങ്ങോട്ട് വെച്ചാൽ ഭഗവാൻ 10 അടി ഇങ്ങോട്ട് വെച്ചിരിക്കും എന്ന് പറയാറില്ലേ? ഭഗവാനെ അങ്ങോട്ട് ഗ്രഹിച്ചാൽ ഭഗവാൻ ഇങ്ങോട്ട് അനുഗ്രഹിക്കും. യമൈവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. ആരാണോ അവനെ തന്നെ വരിക്കുന്നത്, ആ ഈശ്വരനെ തന്നെ വരിക്കുന്നത്, അവന് ഈ ആത്മസ്വരൂപൻ ഈശ്വരൻ തന്നെ തന്നെ തൻ്റെ സ്വരൂപത്തെ അനാവരണം ചെയ്തു കൊടുക്കും എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. ഈ ആത്മാവിനെ ലഭിക്കണമെങ്കിൽ അതിനെ തന്നെ ഭജിക്കണം, അതിനെ തന്നെ അത് മാത്രം മതി എന്നുള്ള ചിന്ത വരണം, ഏകാഗ്രത വരണം, ഏകാന്തത വരണം. ബാക്കിയുള്ളതിലൊക്കെ മനസ്സൊട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ലോകവിഷയങ്ങളുടെയൊക്കെ പുറകെ മനസ്സ് ആസക്തിയോടുകൂടി പോവുകയാണെങ്കിൽ മനസ്സ് ഭഗവാനിൽ ഉറക്കില്ല, ഏകാന്തത ഉണ്ടാവില്ല. പലതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് എന്നേ ഉണ്ടാവുള്ളൂ. ഭഗവാന് അത് പോരാ. ഭഗവാൻ പറയും, നിങ്ങൾ പലതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം വിളിക്കൂ, ഏകാന്ത ഭക്തരാവൂ, എങ്കിൽ ഞാൻ വരാം. കാരണം നിങ്ങൾക്കിപ്പോൾ എന്നിൽ പ്രയോറിറ്റി ഇല്ല, നിങ്ങൾക്ക് മറ്റ് പല വിഷയങ്ങളുമാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. തൽക്കാലം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ, അതെല്ലാം കഴിയട്ടെ, അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് തൃപ്തിയാവുമോ എന്ന് നിങ്ങൾ നോക്കൂ.
അതൊന്നും തൃപ്തരാക്കുന്നില്ല, ഉദ്ദേശിച്ച ആനന്ദം നൽകുന്നില്ല, നിങ്ങൾക്ക് ദുഃഖനിവൃത്തി ഉണ്ടാവുന്നില്ല എന്ന് പൂർണ്ണ ബോധ്യം വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഏകാന്തമായി എന്നിലുറയ്ക്കും. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകം അനിത്യമാണ്, ഇതിൽ സുഖമൊന്നുമില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വരണം. അപ്പോഴേ നിങ്ങൾ ലോകവിഷയങ്ങളുടെ പുറകെ പോകാതിരിക്കുള്ളൂ. അങ്ങനെയാവുമ്പോൾ നിങ്ങൾ എന്നെ ഭജിക്കും. അല്ലേ? അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. അപ്പൊ എന്നെ ഭജിക്കും. ഏകാന്ത ഭക്തി. അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആരാണോ അന്യചിന്ത കൂടാതെ മറ്റൊന്നും കാക്ഷിക്കാതെ ഏകാന്ത ഭക്തിയോടുകൂടെ മാം ചിന്തയന്തഃ എന്നെ തന്നെ ചിന്തിക്കുന്നത്, അവർക്ക് നിത്യ അഭിയുക്താനാം തേഷാം എപ്പോഴും എന്നോട് ചേർന്നിരിക്കുന്ന, എൻ്റെ അഭിമുഖമായി പ്രവർത്തിക്കുന്ന അവരുടെ യോഗക്ഷേമത്തെ ഞാൻ വഹിക്കും. അവർക്ക് യോഗക്ഷേമത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അവർക്ക് എന്ത് പ്രാപിച്ചിട്ടില്ലയോ അതിനെ ഞാൻ പ്രാപിപ്പിക്കും. പ്രാപിപ്പിച്ച കാര്യങ്ങൾ പ്രാപ്തങ്ങളായിരിക്കുന്നവയെ രക്ഷിക്കുകയും ചെയ്യും. അല്ലെ? അപ്രാപ്തസ്യ പ്രാപ്തി യോഗ, പ്രാപ്തസ്യ രക്ഷണം ക്ഷേമ. ഇത് രണ്ടും ഞാൻ സാധിച്ചു കൊടുക്കും എന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാനെ അങ്ങോട്ട് ഗ്രഹിക്കേ വേണ്ടൂ, ഭഗവാൻ ഇങ്ങോട്ട് അനുഗ്രഹിക്കാൻ. ഭഗവാന്റെ വിവാഹ കഥകളെല്ലാം അങ്ങനെയാണ്. 16,008 പേരെ ഭഗവാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഭഗവാനെ അങ്ങോട്ട് വരിച്ചു. ഭഗവാനെ ഭർത്താവായി കിട്ടണമെന്ന് അങ്ങോട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അവര് ഭഗവാനെ തന്നെ ഭർത്താവായി കിട്ടാൻ വളരെ തീവ്രമായി ആഗ്രഹിച്ചത് കൊണ്ടാണ് അവരെയൊക്കെ ഭഗവാൻ തൻ്റെ സ്വന്തമാക്കിയത്, അവരെയൊക്കെ അനുഗ്രഹിച്ചത്, അവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുത്തത്. ഭഗവാനെ തന്നെ ഭർത്താവായി വേണമെന്ന് ആഗ്രഹിക്കാത്തവരുടെ ഒന്നും ഭർത്താവായിട്ടില്ല ഭഗവാൻ. തന്നെ ഭജിക്കാത്ത സ്ത്രീകളെയൊന്നും ഭഗവാൻ ചെന്ന് ബലാത്കാരേണ പ്രാപിച്ചിട്ടില്ല, ആരെയും തട്ടിക്കൊണ്ടു പോയിട്ടില്ല. അവർക്ക് ഭഗവാനോട് വലിയ മതിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെയൊക്കെ ഭഗവാൻ അവഗണിച്ചു. ആരൊക്കെ ഭഗവാനിൽ മതിപ്പുള്ളവരായിരുന്നുവോ, ഭഗവാനെ മാത്രം ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിച്ചുവോ, വ്യഭിചാര ബുദ്ധി ഇല്ലാതിരുന്നുവോ, അവർക്ക് ഭഗവാൻ സ്വയം അവിടെ ചെന്ന് അവരെയൊക്കെ തൻ്റേതാക്കി തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി രാജ്ഞിമാരാക്കി. കഥ നമുക്ക് ഓരോ കഥകളും കാണാം. അപ്പൊ ഇവിടെ താം ബുദ്ധിലക്ഷണ ഔദാര്യ രൂപശീല ഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്വോഢും മനോദധേ. താം അവളെങ്ങനെയുള്ളവള്? ബുദ്ധി ലക്ഷണ ഔദാര്യ രൂപശീല ഗുണ ആശ്രയാം. അവളും മോശക്കാരിയല്ല. അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, നല്ല ലക്ഷണങ്ങളുണ്ട്. അവൾക്ക് സൗന്ദര്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവളാണ്. ഔദാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വിശാലതയാണ്, വികാസമാണ്. എല്ലാവർക്കും ദാനധർമാദികൾ ചെയ്യുകയും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അലിയുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവമാണ് ഔദാര്യം. അതുപോലെ ശീലം, നല്ല മുതിർന്നവരെ വിനയത്തോടുകൂടി സേവിക്കുന്ന ശീലം, അതുപോലെയുള്ള സദാചാരങ്ങളെല്ലാം ഉള്ളവളും മറ്റു ഗുണങ്ങളെല്ലാം തികഞ്ഞവളും സദ്ഗുണങ്ങളെല്ലാം തികഞ്ഞവളുമായിരുന്ന, എല്ലാറ്റിനും ആശ്രയഭൂതയായിരിക്കുന്ന, ദൈവീ സമ്പത്തിന്റെ വിളനിലമായിരിക്കുന്ന അവളെ കൃഷ്ണഹാച്ച കൃഷ്ണനും സദൃശീം ഭാര്യ, തനിക്ക് സദൃശിയായിരിക്കുന്ന ഭാര്യ തന്നെയാണെന്ന് കരുതിക്കൊണ്ട് സമുദ്വോടും മനോദതേ, സമ്യക് ഉദ്വോടും എന്ന് പറഞ്ഞാൽ ഉദ്വാഹം കർത്തും, ഉദ്വഹിക്കുക എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കലാണ്. ആ വിവാഹം കഴിക്കുവാനായിക്കൊണ്ട് മനോദതെ, മനസ്സിനെ ധരിച്ചു, നിശ്ചയിച്ചു. അപ്പൊ തന്നെ ഭർത്താവായി കിട്ടണമെന്ന് തന്നെ വരിച്ചതായിട്ടുള്ള രുക്മിണിയെ ഭഗവാനും മനസ്സുകൊണ്ട് ധരിച്ചു. ഇനി അവളെ താൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഭഗവാനും ഉള്ളിൽ സങ്കല്പം ചെയ്തു. ഇനി എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ കഥയുടെ പശ്ചാത്തലമായി ഇനി കഥയിലേക്ക് പ്രവേശിക്കുകയാണ്.
ബന്ധൂനാം ഇച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്വിഡ് രുക്മീ ചൈദ്യം അമന്യത. ബന്ധൂനാം ഇച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്വിഡ് രുക്മീ ചൈദ്യം അമന്യത. അപ്പോ രുക്മിണിയുടെ ബന്ധു എന്ന് പറഞ്ഞാൽ, ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരാവാം, മാതുലന്മാരാവാം, അതുപോലെയുള്ള ബന്ധുക്കളായിട്ടുള്ളവര് ബന്ധൂനാം ഇച്ഛതാം ഇച്ഛതാം സദാം ഇച്ഛിക്കുന്നവരായപ്പോൾ എന്തിനായിക്കൊണ്ട് കൃഷ്ണായ ദാതും ഇവളെ കൃഷ്ണനായിക്കൊണ്ട് നൽകാൻ ആഗ്രഹിച്ചപ്പോൾ എല്ലാവരും അച്ഛനടക്കം വിദർഭ രാജാവായ ഭീഷ്മകനടക്കം തന്റെ മകളെ കൃഷ്ണന് കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഹേ നൃപ അല്ലയോ രാജാവേ തതോ നിവാര്യ കൃഷ്ണദ്വിഡ് രുക്മീ ഭഗിനീം ചൈദ്യം അമന്യത. തന്റെ ഭഗിനി എന്നാൽ സഹോദരി, ആ സഹോദരിയെ തതഹ നിവാര്യ അതിൽ നിന്ന് നിവാരണം ചെയ്ത് തടഞ്ഞ്, അപ്പൊ തന്റെ അച്ഛനും മറ്റ് ബന്ധുക്കളും ഒക്കെ കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാം ഇവളെ എന്ന് പറയുമ്പോൾ അതിനെ അനുവദിക്കാതെ ശക്തനായിട്ടുള്ള എന്താ പറയുക, നല്ല രജോ ഗുണവും തമോ ഗുണവും പ്രബലനായിരിക്കുന്ന ഒരു അസുര സ്വഭാവമായിരുന്നു ആർക്ക്, ഈ രുക്മിക്ക്. അദ്ദേഹത്തെ പ്രത്യേകം എടുത്തു പറയുന്നു കൃഷ്ണദ്വിട്ട്. കൃഷ്ണദ്വിട്ട് എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ ദ്വേഷിക്കുന്നവൻ, കൃഷ്ണദ്വേഷിയായിരുന്നു. എന്തുകൊണ്ട്? കൂട്ടുകാരൊക്കെ അങ്ങനെയുള്ളവരാണേ അല്ലേ. സാൽവൻ, ജരാസന്ധൻ, അല്ലെങ്കിൽ ശിശുപാലൻ, ദുര്യോധനൻ, കർണൻ, ഇതുപോലെയുള്ളതായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളാണ് കൂട്ടുകെട്ട്. അപ്പൊ ദുസ്സംഗം, കൃഷ്ണനെ എതിർക്കുന്ന ആ സ്വഭാവമുള്ള ആളുകളോട് കൂടി അവരുടെ കൃഷ്ണനെ കുറിച്ചിട്ടുള്ള പരിഹാസങ്ങളും നിന്ദയും എല്ലാം കേട്ട് തൻ്റെ ഉള്ളിലും കൃഷ്ണനെ കുറിച്ച് നിന്ദ വർദ്ധിച്ചു വന്നു. അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദുസ്സംഗത്തിൽ നിന്ന് എല്ലാ പ്രകാരത്തിലും അകന്നു നിൽക്കണം. ദുസ്സംഗ സർവദാ ത്യാജ്യ എന്ന് നാരദ മഹർഷി പറയുന്നുണ്ട്. ദുസ്സംഗം എല്ലാ പ്രകാരത്തിലും ത്യജിക്കേണ്ടതാണ്. കാരണം ഏതെങ്കിലും ഒരു വിഡ്ഢി എന്തെങ്കിലും ഈ ഭഗവാനെ കുറിച്ച് നിന്ദിച്ചോ കുറ്റം പറയുന്നതോ പരിഹസിക്കുന്നതോ ഒക്കെ കേട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ യുക്തിവാദിയെ പോലെ അവൻ ചില യുക്തികളൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണനിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഇളക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെയാണ് നമ്മുടെ ഈ സനാതന ധർമ്മകാര്യങ്ങളിലും അതെ. അതിലുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളെക്കുറിച്ച്, ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒക്കെ ഇപ്പോൾ ധാരാളമായിട്ട് പരിഹസിക്കുന്ന ആൾക്കാർ അവൈലബിളാണ്. ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളവരുമാണ്. അവർക്ക് ധാരാളം ഓഡിയൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലത് പറയുന്ന ആളുകളെക്കാൾ കൂടുതൽ എന്താ പറയുക, ലൈക്കും ഷെയറും ശ്രോതാക്കളുമുണ്ട്. ശ്രദ്ധിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളത് വേഗം പരക്കും, വേണ്ടാത്തതൊക്കെ വേഗം എല്ലാവരും ആസ്വദിക്കും. കാരണം അതപ്പതിക്കാനാണ് ആളുകൾക്ക് എളുപ്പം. താഴേക്ക് പതിക്കുക. നാറാണത്ത് ഭ്രാന്തൻ കല്ല് ഉരുട്ടിക്കയറ്റി കാണിച്ചു തരുന്നത് അതാണ്. കഷ്ടപ്പെട്ട് ഉച്ചവരെ അദ്ദേഹം വലിയൊരു പാറക്കല്ല് ആ 1000 മലയുടെ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റും. എന്നിട്ട് അവിടുന്ന് വെറുതെ കൈവിടുകയുള്ളൂ, തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. കൈവിട്ട് കഴിഞ്ഞാൽ താഴേക്ക് പതിക്കും. ഇതുപോലെയാണ് മനുഷ്യ മനസ്സ്. അപ്പോൾ മനുഷ്യ മനസ്സ് നല്ലതിനെയൊക്കെ ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ്. കാരണം അതിനെ ഉൾക്കൊള്ളാൻ ഒരു സംസ്കാരം വേണം, മനസ്സിനൊരു വികാസം വേണം. അതൊന്നുമില്ലാത്ത സങ്കുചിത മനസ്സുകൾ, ശുഷ്ക ബുദ്ധികൾ, അങ്ങനെയുള്ളവരാണ് മെജോറിറ്റി. അതുകൊണ്ടാണ് ഈ വേടന്മാരൊക്കെ വിലസുന്നത്. എളുപ്പമാണേ. മറ്റത് നല്ല സംഗീതം കേട്ട് കഴിഞ്ഞാൽ അത് സംസ്കൃത പദങ്ങളോ നല്ല സംസ്കാരമുള്ള മലയാള പദങ്ങളോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഗ്രഹിക്കാൻ പോലും പ്രയാസം. അതിൽ പറയുന്ന നല്ല ആശയങ്ങൾ, ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള ആശയങ്ങളൊക്കെ ഗ്രഹിക്കാൻ താല്പര്യമില്ല.
അപ്പോൾ ഒരു അപകർഷതാബോധം വരികയാണ്. ഇങ്ങനെയുള്ളതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, നല്ലത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ കൊള്ളരുതാത്തവരുടെ ഉള്ളിലുണ്ടാവുന്നതാണ് ഒരു അപകർഷതാബോധം. എനിക്ക് ഈ ഉയരത്തിലൊന്നും എത്താൻ പറ്റില്ല, ഞാൻ ഈ ചെളിക്കുണ്ടിൽ കിടക്കുന്നവനാണ്, എനിക്ക് ഈ ചെളിക്കുണ്ടിൽ കിടന്നാൽ മതി, ഞാൻ എന്തിന് വെറുതെ അധ്വാനിക്കണം, എനിക്ക് മറ്റുള്ളവരോടൊന്നും മത്സരിച്ച് വലിയ ഉയരങ്ങളിലൊന്നും എത്താൻ പറ്റില്ല. അപ്പോൾ സ്വയം അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്തു, എനിക്ക് ഉയരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വലിയ ഉയരങ്ങളിലൊന്നും എത്താനായിട്ട് വൃഥാ ശ്രമിക്കേണ്ട, ഈ ചെളിക്കുണ്ട്, പന്നികൾ കിടന്ന് ഉരുളുന്ന, പട്ടികൾ കിടന്ന് ഉരുളുന്ന ചെളിക്കുണ്ടിൽ തന്നെ കിടക്കാനാണ് എനിക്ക് സൗകര്യം. ഞാൻ എന്തിനു വെറുതെ കഷ്ടപ്പെടണം, എൻ്റെ ശീലങ്ങൾ മാറ്റണം, എനിക്കിവിടെ പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വിഡ്ഢിത്തരവും പറയാം, എന്ത് വിഡ്ഢിത്തരവും കാണിക്കാം, അല്ലേ? ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരില്ല. ചോദ്യം ചെയ്യാൻ വന്നാൽ ഞാൻ അവരോട് തിരിച്ച് എൻ്റെ ഭാഷയിൽ ചോദ്യം ചെയ്യും, അവരെ ഭേദിച്ചയക്കും ഞാൻ. അതാണ് ഇവരുടെ അപ്പോൾ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകളാണ്, ഒരിക്കലും നമുക്ക് ഉയരാൻ പറ്റില്ല എന്നുള്ള ചിന്തയുള്ളവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി ചാടുക. നല്ലതൊന്നും നമുക്ക് പറ്റിയതല്ല എന്നവർ തീരുമാനിക്കും. എന്നിട്ട് നല്ലത് പാടുന്നവരെ, നല്ലത് ചെയ്യുന്നവരെയൊക്കെ അവർ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും. അവരെ കല്ലെറിയും, ചെളിവാരിയെറിയും, എല്ലാം ചെയ്യും. ഇതാണ് ലോകത്തിലെ ഒരു വലിയ ബഹുഭൂരിപക്ഷത്തിൻ്റെയും സ്വഭാവം. അപ്പം അങ്ങനെയുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വിജയം എളുപ്പത്തിലാണ്. ഒരു എന്താ പറയുക, ആരുമില്ലാത്തവരുടെ ശബ്ദം, അല്ലേ? സമൂഹത്തിൽ ഏറ്റവും താഴെ കിടക്കുന്നവരുടെ ശബ്ദമാണ് ഞാൻ എന്ന് സ്വയം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് പ്രഖ്യാപിച്ച് വലിയ സംസ്കാരത്തെ വെല്ലുവിളിക്കുക, സദാചാരത്തെ വെല്ലുവിളിക്കുക, ധർമ്മത്തെ വെല്ലുവിളിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഹീറോ ആയി. അപ്പോൾ എല്ലാവരും അവൻ്റെ വഴിക്ക് എന്താ പറയുക, കള്ളും കഞ്ചാവും തോന്നിയവാസവുമായിട്ട് അതപ്പതിച്ച് അങ്ങനെ ആ സമൂഹമേ അരാജകത്വത്തിലേക്ക് നീങ്ങും. അവർക്ക് അരാജകത്വമാണ് സൗകര്യം, അതാണ് ഇഷ്ടം. ഡിസിപ്ലിൻ എന്നുള്ളത് ഇഷ്ടമല്ല. വാസ്തവത്തിൽ ഡിസിപ്ലിൻ ആർക്കും ഇഷ്ടമല്ല, ജന്തുക്കൾക്കും ഇഷ്ടമല്ല, മനുഷ്യർക്കും ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കില്ല, മനുഷ്യരാശി നിലനിൽക്കില്ല. എല്ലാവരും തോന്നിയവാസികൾ, താന്തോന്നികളായി കഴിഞ്ഞാൽ, അരാജകത്വം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും അവനവന് തോന്നിയത്, കയ്യൂക്കുള്ളവൻ കായക്കാരൻ എന്നുള്ള ഈ വന്യമൃഗങ്ങളുടെ നിയമങ്ങളാവും മനുഷ്യ സമൂഹത്തിനും. ശക്തന്മാർ ദുർബലന്മാരെ അടിച്ചമർത്തി, ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആ രീതി വരും. അതാണ് ഇവർക്ക് സമ്മതം. അപ്പം എന്നിട്ട് കരയാനും തുടങ്ങും. അത് നിവൃത്തിയില്ല, അവർ തന്നെ വിളിച്ചു വരുത്തുന്നതാണതെല്ലാം. അപ്പോൾ പറഞ്ഞു വന്നത് കൃഷ്ണദ്വിട്ട് എന്നുള്ള രുക്മിയെക്കുറിച്ച് പറഞ്ഞതാണ്. കൂട്ടുകാരെല്ലാം കൃഷ്ണനെ ദ്വേഷിക്കുന്നവരായപ്പോൾ അതൊരു പകർച്ചവ്യാധി പോലെ അദ്ദേഹത്തിന്റെ സ്വഭാവമായി. ആ കൃഷ്ണദ്വിട്ടായ രുക്മി ചൈദ്യം ഭഗിനീം ദാതും അമന്യത. ചൈദ്യനെ ശിശുപാലനെ രുക്മിണിക്ക് യോഗ്യനായിട്ടുള്ള ഭർത്താവായിട്ട് അമന്യത കരുതി എന്നർത്ഥം. ചൈദ്യനെ യോഗ്യനായി മനിച്ചു എന്ന് താല്പര്യം. അപ്പോൾ കൃഷ്ണനെ നിവാരണം ചെയ്തു. കൃഷ്ണന് രുക്മിണിയെ കൊടുക്കുന്ന കാര്യത്തിൽ നിന്ന് തൻ്റെ ബന്ധുക്കളെയെല്ലാം തടഞ്ഞു. അതിനുള്ള ശക്തിയും ഇൻഫ്ലുവൻസും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ബന്ധൂനാമിച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്വിട രുക്മീ ചൈദ്യമമന്യത തദവേത്യാസിതാപാംഗീ വൈദർഭീ ദുർമനാഭൃശം
വിചിന്യാപ്തം ദ്വിജം കഞ്ചിത് കൃഷ്ണായ പ്രാഹിണോ ദ്രുതം തദവേദ്യാസിതാപാംഗീ വൈദർഭീ ദുർമനാഭൃശം വിചിന്യാപ്തം ദ്വിജം കഞ്ചിത് കൃഷ്ണായ പ്രാഹിണോ ദ്രുതം. അപ്പൊ ഏട്ടന്റെ ഈ തീരുമാനം മനസ്സിലാക്കാൻ അറിയാൻ രുക്മിണി വൈകി. അതാണ് അസിതാപാംഗീ വൈദർഭി തത് അവേത്യ. ഇതിനെ അറിഞ്ഞിട്ട് ആരാ? വൈദർഭി രുക്മിണി ദേവി. അസിതാപാംഗി നല്ല കറുത്ത കണ്ണുകളോട് കൂടിയവൾ, കടക്കണ്ണുകളോട് കൂടിയവൾ. അസിതം എന്നാൽ കറുത്തത്, സിതം വെളുത്തത്, അസിതം കറുത്തത്, അപാംഗം കടക്കണ്ണ്. അപ്പൊ കരിമിഴി കണ്ണുകളോട് കൂടിയവളായ. ഇനി മറ്റൊരർത്ഥത്തിൽ കറുത്തവനാണ് കൃഷ്ണൻ, അല്ലേ? കൃഷ്ണനിൽ കണ്ണുള്ളവൾ എന്നും ആവാം. പക്ഷെ ഇവിടെ സൗന്ദര്യ ലക്ഷണമായിട്ടാണ് കറുത്ത കണ്ണുകൾ. സ്ത്രീകളുടെ കണ്ണുകൾ കറുത്തിരിക്കുന്നത് സ്ത്രീകൾക്ക് സൗന്ദര്യം. അപ്പൊ എന്തായാലും അസിതാപാംഗിയായ വൈദർഭി തദവേത്യ, ജ്യേഷ്ഠന്റെ ഈ പദ്ധതി അറിഞ്ഞിട്ട്, ഭൃശം ദുർമനാഹ, അത്യന്തം ദുർമനസ്സോടുകൂടിയവളായി, വളരെയധികം ദുഃഖിക്കുന്ന മനസ്സോടുകൂടി എന്നർത്ഥം. ദുഃഖിക്കുന്ന മനസ്സാണ് ഇവിടെ ദുർമനസ്. ക്ലേശിക്കുന്ന മനസ്സോടുകൂടിയായി, തളർന്നുപോയി. വിചാര്യ, എങ്ങനെ ആലോചിച്ചു, എങ്ങനെ ഇപ്പൊ തനിക്ക് ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാം, ഈ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യാം എന്ന് വിചാര്യ, ആപ്തം കഞ്ചിദ്വിജം ദ്രുതം കൃഷ്ണായ പ്രാഹിണോത്. ആപ്തം എന്ന് പറഞ്ഞാൽ പ്രാപ്തം, അഥവാ അവിടെ യോഗ്യനായിരിക്കുന്നവൻ എന്നർത്ഥം. ഫിറ്റായിരിക്കുന്ന, തനിക്ക് വിശ്വസ്തനായിരിക്കുന്ന ഒരു കഞ്ചിദ്വിജം, ഒരു ബ്രാഹ്മണനെ ദ്രുതം, വേഗം തന്നെ കൃഷ്ണായ പ്രാഹിണോത്, കൃഷ്ണന്റെ അടുത്തേക്ക് അയച്ചു, ദൂതനായി അയച്ചു. അപ്പൊ ഒരു ബ്രാഹ്മണനെ ഈശ്വരകൃപയാ ആ രുക്മിണി ദേവിക്ക് കിട്ടി. ആ ബ്രാഹ്മണനെ വിശ്വസ്തനാണ് തനിക്ക്. കാരണം താൻ ദിവസവും തൊഴാൻ പോകുന്ന ക്ഷേത്രത്തിലെ പൂജകനായിരിക്കാം. സുന്ദര ബ്രാഹ്മണൻ എന്നൊക്കെ നമ്മൾ പേരിടുന്നുണ്ട് അദ്ദേഹത്തിന്. ഭാഗവതത്തിൽ പേരൊന്നും പറഞ്ഞില്ല, എങ്കിലും പരമ്പരയാ നമ്മൾ അങ്ങനെ ഒരു പേരൊക്കെ ഇട്ട് വിളിക്കുകയാണ്. എന്തായാലും ആ ഉത്തമനായിട്ടുള്ള ബ്രാഹ്മണനെ ദൂതനായിട്ട് അയച്ചു എന്ന് പറയാ. ദ്വാരകാം സമഭ്യേത്യ പ്രദീഹാരൈ പ്രവേശിതഃ അപശ്യത് ആദ്യം പുരുഷം ആസീനം കാഞ്ചനാസനേ. ദ്വാരകാം സമഭ്യേത്യ പ്രദീഹാരൈ പ്രവേശിതഃ അപശ്യത് ആദ്യം പുരുഷം ആസീനം കാഞ്ചനാസനേ. അപ്പൊ സഹ ദ്വാരകാം സമഭ്യേത്യ, ആ ബ്രാഹ്മണൻ മറ്റേ രുക്മിണി അയച്ച പ്രകാരം ദ്വാരകാപുരിയിലേക്ക് വന്നു ചേർന്നു. അപ്പൊ വിദർഭയിൽ നിന്ന്, അതെ, നാഗ്പൂരിൽ നിന്ന് ഈ പറഞ്ഞ ദ്വാരകയിലേക്കുള്ള യാത്ര രഥത്തിൽ വളരെ വേഗത്തിൽ ചെന്നിട്ടുണ്ടാവും. ദിവസങ്ങൾ 1-2 ദിവസങ്ങൾ എടുക്കും. അത്രയും ദൂരം സഞ്ചരിച്ച് സഹ ദ്വാരകാം സമഭ്യേത്യ, ആ ബ്രാഹ്മണൻ ദ്വാരകയിൽ വന്നു ചേർന്ന് പ്രദീഹാരൈഹി പ്രവേശിതഃ. പ്രദീഹാരന്മാരെന്ന് പറഞ്ഞാൽ റിസപ്ഷനിസ്റ്റുകൾ എന്ന പോലെ നിൽക്കുന്ന ദ്വാരപാലകന്മാർ. ഈ പ്രഭുവിന്റെ ആജ്ഞയെ അനുസരിക്കാൻ വേണ്ടി കവാടത്തിൽ കാവൽ നിൽക്കുന്നവരാണ് പ്രതീഹാരന്മാർ. വിളിച്ചതും പറഞ്ഞതും കേൾക്കുകയും കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട്. അങ്ങനെയുള്ള ദ്വാരപാലകന്മാർ ഈ ബ്രാഹ്മണൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ വേഗം കൊണ്ടുപോയിട്ട് ഭഗവാന്റെ അടുത്ത് എത്തിച്ചു. കാരണം ഭഗവാന്റെ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ് തൻ്റെ ഭൃത്യന്മാർക്കൊക്കെ. ബ്രാഹ്മണരാര് വന്നാലും അവർക്ക് ഒരു തടസ്സം ഉണ്ടാക്കരുത്, അവരെ വഴിതെറ്റാതെ നേരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം, വേറെ ആരുടെടുത്തേക്കും കൊണ്ടുപോകണ്ട. കാരണം വേറെ ആരുടെത്തേക്കും കൊണ്ടുപോയി ഉദ്ദേശിച്ച കാര്യം അവർക്ക് നടക്കാതെ അവർക്ക് വിഷമം ഉണ്ടായാൽ അത് നമ്മുടെ വംശത്തിന് തന്നെ ക്ഷീണമാണ്, മോശമാണ്. ബ്രാഹ്മണര് നമ്മുടെ വംശത്തെ ശപിക്കാനിടയുണ്ടാവരുത്, അവരുടെ മനസ്താപം ഉണ്ടാവരുത്, അവർ വന്നവർ സന്തോഷമായിട്ട് പോകണം എന്നുള്ള ഭഗവാന്റെ ആ ഒരു നിശ്ചയം കൊണ്ട് ആര് ബ്രാഹ്മണർ വന്നാലും ഭഗവാന്റെ അടുത്തേക്ക് നേരെ കൂട്ടിയിട്ട് പോകും. കുചേലന്റെ കഥയൊക്കെ നമ്മൾ ഇനി കാണാനിരിക്കുന്നു. അപ്പം അങ്ങനെ
പ്രതീഹാരൈഹി പ്രവേശിത. പ്രതീഹാരന്മാര്, ദ്വാരപാലകന്മാര് ഈ ബ്രാഹ്മണനെ കൊണ്ടുപോയി ഭഗവാന്റെ അടുത്ത്. അപ്പോഴോ അദ്ദേഹം കണ്ടു. ആരെ കണ്ടു? ഭഗവാനെ കണ്ടു. അപശ്യത, കണ്ടു. ആരെ? ആദ്യം പുരുഷം, ആദ്യനായ പുരുഷനെ, നാരായണനെ. എന്ത് ചെയ്യുന്നത്? കാഞ്ചനാസനെ ആസീനം, സ്വർണ സിംഹാസനം പോലെയുള്ള ആസനത്തിൽ ഇരിക്കുന്നവനായ ആ തൻ്റെ എന്താ പറയുക, ഭഗവാന്റെ, കൃഷ്ണന്റെ അന്തഃപുരത്തിൽ, കൃഷ്ണന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാനത്ത് സ്വതന്ത്രനായി കാഞ്ചനാസനത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഏകാന്തതയിൽ ചെന്ന് കണ്ടു. ആ ഭൃത്യന്മാര് ആ സഹായം ചെയ്തു കൊടുത്തു. അപശ്യതാദ്യം പുരുഷം ആസീനം കാഞ്ചനാസനേ ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവസ്തം അവരുഹ്യ നിജാസനാത് ഉപവേശ്യാർഹയാഞ്ചക്രേ യഥാത്മാനം ദിവൗഗസഃ. ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവസ്തം അവരുഹ്യ നിജാസനാത് ഉപവേശ്യാർഹയാഞ്ചക്രേ യഥാത്മാനം ദിവൗഗസഃ. ആ ബ്രഹ്മണ്യദേവനായ ഭഗവാൻ, ബ്രഹ്മണ്യദേവ, ബ്രാഹ്മണനെ ദേവൻ പോലെ കണക്കാക്കുക, ഈശ്വരനെ പോലെ കണക്കാക്കുന്നവനാണ് ഭഗവാൻ. ബ്രാഹ്മണരെ പൂജിക്കുന്നവനാണ്, ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മണ്യദേവ. തം ദൃഷ്ട്വാ, ആ ദ്വിജനെ കണ്ടിട്ട്, നിജാസനാത് അവരുഹ്യ, വരുന്ന ആ ബ്രാഹ്മണോത്തമനെ, അതിഥിയെ വരവേൽക്കാൻ തന്റെ ആസനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട്, അവരോഹണം ചെയ്തിട്ട് എന്ത് ചെയ്തു? ഉപവേശ്യ, അദ്ദേഹത്തെ പിടിച്ചിരുത്തി. അതാണ് മര്യാദയ്ക്കുള്ള സൽക്കാരം. നമ്മളെക്കാൾ ഏതെങ്കിലും തരത്തിൽ ഉയർന്നവരാണ്, അറിവ് കൊണ്ടോ പ്രായം കൊണ്ടോ സ്ഥാനം കൊണ്ടോ സ്വഭാവ ഗുണം കൊണ്ടോ ഒക്കെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ എഴുന്നേറ്റ് എതിരേറ്റ് അവരെ കൂട്ടിയിട്ട് വന്ന് അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ആസനത്തിൽ പിടിച്ചിരുത്തണം. താനിരുന്ന ആസനത്തിൽ തന്നെ ഇരുത്തണം ഒരു ഗൃഹനാഥൻ. അല്ലാതെ അദ്ദേഹത്തെ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് താൻ പഴയ ഇതിൽ തന്നെ ഇരിക്കുന്നതല്ല അതിഥി മര്യാദ, ആതിഥ്യ മര്യാദ. അപ്പോൾ അതാണ് നിജാസനാത് അവരുഹ്യ ഉപവേശ്യ, അവിടെ എന്താ പറയുക, ഇരുത്തിയിട്ട് എന്നർത്ഥം. ദിവൗഗസഃ ആത്മാനം യഥാർഹയാഞ്ചക്രേ. ദിവൗഗസഃ, ദേവന്മാര് ആത്മാനം തന്നെ, വിഷ്ണുവായ ഭഗവാനെ യഥാ എപ്രകാരം പൂജിക്കുമോ, അല്ലെ, ദേവന്മാർക്ക് ദേവനായ വിഷ്ണുവിനെ, നാരായണനെ ദേവന്മാർ പൂജിക്കുന്നത് പോലെ അർഹയാഞ്ചക്രേ പൂജിച്ചു എന്നർത്ഥം. അർഹണം ചെയ്തു. അപ്പൊ അദ്ദേഹത്തെ പൂജിച്ചു, ബ്രാഹ്മണനെ പൂജിച്ചു, സൽക്കാരങ്ങളൊക്കെ ചെയ്തു. തം ഭുക്തവന്തം വിശ്രാന്തം ഉപഗമ്യ സതാംഗതി പാണിനാഭിമൃശൻ പാദൗ അവ്യഗ്രഹ തം അപൃച്ഛത. തം ഭുക്തവന്തം വിശ്രാന്തം ഉപഗമ്യ സതാം ഗതി പാണിനാഭിമൃശൻ പാദൗ അവ്യഗ്രഹ തം അപൃച്ഛത. അപ്പോ ഭുക്തവന്തം വിശ്രാന്തം തം, ദൂരെ യാത്ര കഴിഞ്ഞ് വരികയാണ്. വിദർഭയിൽ നിന്ന് ദ്വാരകയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എത്രയോ ദൂരെ യാത്രയാണ്, അല്ലേ? ആ രഥത്തിൽ വളരെ വേഗത്തിൽ പാഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ വഴിയിലെവിടെയും ബ്രേക്കൊന്നും എടുത്തിട്ടുണ്ടാവില്ല, ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വന്ന പാടെ അദ്ദേഹത്തെ വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്ത് ഭുക്തവന്തം, അദ്ദേഹത്തിന് ഭുജിക്കാനുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഭോജനം കഴിഞ്ഞവനും വിശ്രാന്തം, റിലാക്സ്ഡായി, അല്ലേ? വന്നപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഒരു ക്ഷീണം തീർന്നു. ഇപ്പം നമ്മുടെ ഗൃഹത്തിലും ആരെങ്കിലും പ്രത്യേകിച്ച് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ എന്താ പറയുക, നിർത്തി പൊരിക്കരുത് എന്നർത്ഥം. അവരോട് കുശല പ്രശ്നങ്ങളൊക്കെ പിന്നീടേ പറയാവൂ. അതാണ് നമ്മുടെ പൂർവികർ പറയുക, വന്ന കാലിൽ നിൽക്കരുത് എന്ന് പറയണം, അല്ലേ? അപ്പോൾ വേഗം അവരെ ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങൾ കൊടുത്ത് വേഗം എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ ഒക്കെ വേണ്ടത് ചോദിച്ചു കൊടുത്ത് അവരെ ശാന്തരാക്കണം, സ്വസ്ഥരാക്കണം. അതിനുശേഷം പറയാൻ കുശല പ്രശ്നങ്ങളൊക്കെ. ഇതാണ് മര്യാദ. അപ്പോൾ ഇങ്ങനെ വിശ്രാന്തം, വിശ്രമിക്കുന്നവനായ തം, അദ്ദേഹത്തെ സതാം ഗതി ഉപഗമ്യ, സതാംഗതി, സജ്ജനങ്ങൾക്കൊക്കെ ആശ്രയഭൂതനാണ് ഭഗവാൻ, എല്ലാവർക്കും ആശ്രയിക്കാവുന്നവനായിട്ടുള്ള ഭഗവാൻ
ഉപഗമ്യ സമീപിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാദത്തിൽ ചെന്ന് സമീപിച്ച് എന്ത് ചെയ്തു? പാദൗ പാണിന അഭിമൃശൻ, ആ ബ്രാഹ്മണോത്തമന്റെ പാദങ്ങളെ തന്റെ പാണി കൊണ്ട് അഭിമൃശൻ, മർശനം ചെയ്ത്, മസാജ് ചെയ്ത് എന്നർത്ഥം, തലോടുന്നവനായിട്ട്. അപ്പൊ തന്റെ കൈകൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളെ തലോടി അദ്ദേഹത്തിന്റെ പാദത്തിന്റെ എന്താ പറയുക ക്ഷീണമെല്ലാം മാറ്റിക്കൊടുത്ത് അവ്യഗ്രഹ തം അപൃച്ഛത, അവ്യഗ്രഹ യാതൊരു വ്യഗ്രതയും കൂടാതെ ധൃതിയൊന്നും കൂടാതെ സാവധാനത്തില് ക്ഷമയോടുകൂടെ തം അപൃച്ഛത, അദ്ദേഹത്തോട് പ്രശ്നം ചെയ്തു, ചോദ്യം ചെയ്തു. അപ്പൊ അദ്ദേഹത്തെ ആദ്യം റിലാക്സ്ഡ് ആക്കിയിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന രീതിയിൽ ശുശ്രൂഷിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യം ചെയ്തു. കച്ചിദ്വിജവരശ്രേഷ്ഠ ധർമ്മസ്തേ വൃദ്ധസമ്മതഃ വർത്തതേ നാദികൃച്ഛ്രേണ സന്തുഷ്ടമനസഃ സദാ. കച്ചിദ്വിജവരശ്രേഷ്ഠ ധർമ്മസ്തേ വൃദ്ധസമ്മതഃ വർത്തതേ നാദികൃച്ഛ്രേണ സന്തുഷ്ടമനസഃ സദാ. ഹേ ദ്വിജവരശ്രേഷ്ഠ, ബ്രാഹ്മണോത്തമ, ബ്രാഹ്മണ ശ്രേഷ്ഠരിലും വെച്ച് ശ്രേഷ്ഠ, ദ്വിജവരാണാം മധ്യേ ശ്രേഷ്ഠ, ദ്വിജവരശ്രേഷ്ഠ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ന അധികൃച്ഛ്രേണ സദാ സന്തുഷ്ടമനസഃ തേ ധർമ്മഃ വൃദ്ധസമ്മതഃ വർത്തതേ കച്ചിത്. കച്ചിത് എന്നുള്ളത് ഉണ്ടോ, ആണോ എന്നൊക്കെയുള്ള ആ ഒരു ചോദ്യമാണ്. നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുവോ എന്നാണ്. എന്താ അങ്ങയുടെ ധർമ്മം? തേ ധർമ്മഃ വൃദ്ധസമ്മതഃ വർത്തതേ കച്ചിത്, ഇതാണ് മുഖ്യ വിഷയം. തേ ധർമ്മഃ, അങ്ങയുടെ ധർമ്മം. എന്താ ധർമ്മം? ബ്രാഹ്മണ ധർമ്മം. അങ്ങേ ഒരു ബ്രാഹ്മണനായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങയുടെ ബ്രാഹ്മണ ധർമ്മങ്ങൾ വൃദ്ധസമ്മതഃ, വൃദ്ധസമ്മതന്മാരെന്നാൽ പൂർവീകരായ വൃദ്ധന്മാർക്ക് സമ്മതമായിട്ടുള്ളത്, നമ്മുടെ മുൻഗാമികളുടെ വഴിയെ അതിക്രമിക്കാതെ അവർ സഞ്ചരിച്ച അതേ പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് മര്യാദ. പൂർവീകന്മാരെ അനുകരിച്ചുകൊണ്ട്, അല്ലേ? നമ്മൾ പഠിക്കുന്ന മിക്ക കാര്യങ്ങളും നമ്മുടെ പൂർവീകരിൽ നിന്നാണ് പഠിക്കുന്നത്. പ്രത്യേകിച്ച് ആചാര അനുഷ്ഠാനങ്ങളെല്ലാം നമ്മുടെ പൂർവീകരിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വൃദ്ധന്മാരിൽ നിന്നാണ്. നമ്മൾ തിയറികളാണ് ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ പഠിക്കുന്നത്. ഈ പറഞ്ഞ അതിൻ്റെ ആ ഗ്രന്ഥങ്ങളിലുള്ള അപ്ലിക്കേഷൻ, വേദങ്ങളോ സ്മൃതികളോ എല്ലാം പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ തിയറികളാണ്. അത് എങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ പൂർവീകരായിട്ടുള്ള ആളുകളാണ്. ആ പൂർവീകരെയാണ് ഇവിടെ വൃദ്ധന്മാരെന്ന് പറയുന്നത്. അവർ നടന്ന പാതയിലൂടെ, അവർ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവരുടെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭവിക്കുക. ഇന്നിപ്പോ നമ്മുടെ സമൂഹം എങ്ങനെയാണ്? എല്ലാം ലംഘിച്ചുകൊണ്ടാണ്, അല്ലേ? ആ സന്മാർഗം ഉദ്ഗമിച്ച് വഴിതെറ്റി തോന്നിയ വഴികളിലൂടെ പോകുന്ന സമൂഹം. എവിടേക്കാ പോണതെന്ന് പോലും അറിയില്ല. എന്താ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തങ്ങൾ പോകുന്ന വഴി അപകടത്തിലേക്കാണോ? ലക്ഷ്യം അപകടമായിരിക്കുമോ? ഒന്നും ചിന്തയില്ലാതെ എല്ലാ തോന്നിയ വാസവും കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മളുടെയൊക്കെ ജീവിതം ഒരു കരയ്ക്ക് കയറാൻ വേണ്ടിയിട്ടാണ് പൂർവീകർ നമുക്ക് ഈ നിയമങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് വലിയ ക്ലേശങ്ങളില്ലാതെ സുഗമമായിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ശാന്തിയും സമാധാനവും സുഖവും അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സനാതനധർമ്മം. അതാണ് ഇവിടെ വൃദ്ധസമ്മതം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെയൊക്കെ ലംഘിക്കുക. ഇപ്പൊ ഭഗവാന്റെ ചോദ്യം നോക്കൂ. നിങ്ങളുടെ ബ്രാഹ്മണരുടെ സനാതന ധർമ്മം അനുഷ്ഠിക്കുന്നില്ലേ? ഇതാണ് വൃദ്ധസമ്മതഃ തേ ധർമ്മഃ വർത്തതേ കച്ചിത്, നന്നായി വർത്തിക്കുന്നില്ലേ? അപ്പൊ എങ്ങനെയായിരിക്കണം? ഹേ ദ്വിജവരശ്രേഷ്ഠ, നാദികൃച്ഛ്രേണ എന്ന് പറഞ്ഞാല്
കൃത്സ്രം ക്ലേശം. അപ്പോൾ അതികൃത്സ്രം കൂടാതെ അതിക്ലേശമില്ലാതെ വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ വർത്തിക്കുന്നില്ലേ എന്നാണ് ചോദ്യം. സന്തുഷ്ട മനസ്സഹ, സദാ സന്തുഷ്ട മനസ്സഹ, എപ്പോഴും സന്തുഷ്ട മനസ്സായിരിക്കണം ആര്? ബ്രാഹ്മണൻ. ഒരു ബ്രാഹ്മണന്റെ ലക്ഷണം തന്നെ എതിർച്ഛാലാപ സന്തുഷ്ടി. എപ്പോഴും സന്തുഷ്ടി പ്രകടിപ്പിച്ചുകൊണ്ട്, പോകുന്നവിടത്തൊക്കെ ശർമ്മ കൊടുത്തുകൊണ്ട്, സ്വയം ശർമ്മയാണ്, എല്ലാവർക്കും ശർമ്മ കൊടുക്കുന്നവനാണ്. ശർമ്മ എന്നാൽ സുഖം. അപ്പൊ പേരെന്താ? പേര് വിശ്വനാഥ ശർമ്മ, നാരായണ ശർമ്മ, മഹാദേവ ശർമ്മ പറയുന്നുണ്ട്. എന്നിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കലും ആവലാതി പറയലും മറ്റുള്ളവർക്ക് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലും ഒക്കെ ആണെങ്കിൽ ആ പേര് മാറ്റണം. അവർ ശർമ്മ എന്നുള്ള പേര് മാറ്റണം, അല്ലേ? അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ് ശർമ്മ. അപ്പൊ ശർമ്മ എന്ന് പറഞ്ഞാൽ സ്വയം സുഖം അനുഭവിക്കുന്നവനും മറ്റുള്ളവർക്ക് സുഖം പകർന്നു കൊടുക്കുന്നവരുമാണ് ശർമ്മകൾ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? സന്തുഷ്ട മനസ്സഹ, സദാ സന്തുഷ്ട മനസ്സഹ. ഒരു ബ്രാഹ്മണൻ എപ്പോഴും സന്തുഷ്ട മനസ്സായിരിക്കണം. എതിർച്ഛാലാപ സന്തുഷ്ടി ബ്രാഹ്മണന്റെ മുഖമുദ്രയായിരിക്കണം. നമ്മുടെ കുചേലനെ പറയുമ്പോൾ ആദ്യത്തെ യോഗ്യതയായിട്ട് പറയുന്നതാണ്, അല്ലേ? അദ്ദേഹത്തിന്റെ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് എതിർച്ഛാലാപ സന്തുഷ്ടി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വയം ഭഗവാന്റെ അടുത്തേക്ക് പോയി എന്തെങ്കിലും ചോദിക്കണം എന്ന് തോന്നിയിട്ടേ ഇല്ല. അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം. ഭാര്യ നിർബന്ധിച്ചപ്പോൾ ഭഗവാനെ കാണുന്നതാണ് ഏറ്റവും വലിയ ലാഭം എന്ന് കരുതിപ്പോയി. അപ്പോ ഭഗവാന്റെ ചോദ്യം ഇതാണ്: അങ്ങെപ്പോഴും ബ്രാഹ്മണധർമ്മം അനുഷ്ഠിച്ച് സന്തുഷ്ട ഹൃദയനായി വർത്തിക്കുന്നില്ലേ? കച്ചിദ്വിജവരശ്രേഷ്ഠ ധർമ്മസ്ഥേ വൃദ്ധസമ്മതഃ വർത്തതേനാദികൃച്ഛ്രേണ സന്തുഷ്ട മനസഃ സതാം. അപ്പൊ ധനമുണ്ടാക്കാൻ അധികം കഷ്ടപ്പെടുന്നതോ കിട്ടിയതുകൊണ്ട് സന്തോഷിക്കാതിരിക്കുന്നതോ ബ്രാഹ്മണ സ്വഭാവമല്ല. അതിവിടെ സൂചിപ്പിച്ചു എന്നർത്ഥം. സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിത് അഹീയമാന സ്വാധർമാത് സഹി അസ്യാഖില കാമദുഃഖ. സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിത് അഹീയമാന സ്വാധർമാത് സഹി അസ്യാഖില കാമദുഃഖ. യർഹി എപ്പോഴാണോ ബ്രാഹ്മണ ഏന കേനചിത് സന്തുഷ്ട, ഒരു ബ്രാഹ്മണൻ ഏന കേനചിത് എന്ന് വെച്ചാൽ എന്ത് ലഭിച്ചാലും അതുകൊണ്ട് സന്തുഷ്ട, സന്തോഷിക്കുന്നവനായിട്ട്, സ്വാത് ധർമാത് അഹീയമാന, സ്വാത് ധർമാത് സ്വകീയാത് ധർമാത് തന്റെ ബ്രാഹ്മണ ധർമ്മത്തിൽ നിന്ന്, അഹീയമാന, ഹീയമാനൻ എന്ന് പറഞ്ഞാല് കിഴിഞ്ഞു വീഴുന്നവൻ, ചുതി സംഭവിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. ഹീയമാനൻ അതല്ല, അവിടെ അഹീയമാന, വീഴാത്തവനായിട്ട്, പതിക്കാത്തവനായിട്ട്, ഒരു ചുതിയും വരാത്തവനായിട്ട്, സ്വന്തം ധർമ്മം പൂർണ്ണമായി അനുഷ്ഠിക്കുന്നവനായിട്ട് വർത്തേത, എപ്പോൾ വർത്തിക്കുമോ അപ്പോഴാണ് സഹി അസ്യ അഖില കാമദുഃഖ. സഹി അതുതന്നെ, അസ്യ അവന് അഖില കാമദുഃഖ, അവന്റെ സകല കാമങ്ങളെയും ദോഹനം ചെയ്യുന്ന കാമധേനുവായിരിക്കും. എപ്പോഴാണോ ഒരു ബ്രാഹ്മണൻ തനിക്ക് എതിർച്ഛാലാഭം കൊണ്ട് എങ്ങനെയെങ്കിലും വന്നതുകൊണ്ട് സന്തോഷത്തോടുകൂടെ തന്റെ ധർമ്മത്തിൽ വീഴ്ച വരുത്താതെ തന്റെ ധർമാചരണം ചെയ്യുന്നത്, അത് തന്നെ അയാൾക്ക് കാമധേനുവായി ഭവിക്കും. താൻ ചെയ്യുന്ന ധർമ്മം അവന് കാമധേനുവായിരിക്കും. അവന് വേണ്ടതെല്ലാം കൊടുക്കും എന്നർത്ഥം. അവൻ ആരുടെ മുമ്പിലും ചെന്ന് കെഞ്ചേണ്ട കാര്യമൊന്നും വരില്ല, അവന് ദൈന്യമൊന്നും വരില്ല. അവൻ മര്യാദയ്ക്ക് അവന്റെ ധർമ്മത്തെ അനുഷ്ഠിച്ചാൽ. എന്നാൽ അതിൽ ഇടക്കാലത്ത് അല്ലെങ്കിൽ വളരെ കാലത്തോളം കുറേ ആളുകൾക്ക് വീഴ്ച പറ്റിയതിൻ്റെ ഫലമാണ് നമ്മുടെ സനാതനധർമ്മത്തിന് ഇത്രയും ഗ്ലാനി സംഭവിച്ചത്. ആ ഒരു ആളുകളെല്ലാം ഇപ്പോൾ പരിഹാസ്യരായി തീർന്നത്, അവരെ എല്ലാ തരത്തിലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലേ?
മുമ്പ് ചെയ്ത എന്തൊക്കെയോ കൊള്ളരുതായ്മകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാവങ്ങൾ അവർക്ക് ഒരു രക്ഷയില്ലാതിരിക്കുന്ന അവസ്ഥയാണ്. എന്നിട്ടും ആരെയും ഉപദ്രവിക്കാതെ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവങ്ങളെപ്പോലും വെറുതെ വിടാതെ ഇന്നത്തെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ മറ്റു മതസ്ഥരും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബ്രാഹ്മണിക് ഹെജിമണി എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതിന് കാരണക്കാരാരാണ്? മുമ്പ് ചെയ്ത കുറേ തെറ്റ് ചെയ്ത ആളുകൾ, അധർമ്മം പ്രവർത്തിച്ച ആളുകളാണ് ഇതിന് കാരണക്കാർ. അതിൻ്റെ ഫലം ഇപ്പോൾ ഉള്ളവരും കൂടി പാവങ്ങൾ അനുഭവിക്കാനിടയാകുന്നു. ഇപ്പോഴുള്ള എല്ലാവരും പാവങ്ങളും അല്ല, ഇപ്പോഴുള്ള തോന്നിയവാസികൾ ധാരാളം ഉണ്ട്. സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിത് അഹീയമാന സ്വാധർമാത് സഹി അസ്യാഖില കാമദുഃഖ അസന്തുഷ്ടോ അസകൃത് ലോകാൻ ആപ്നോത്യപി സുരേശ്വരഃ അകിഞ്ചനോപി സന്തുഷ്ടഃ ശേതേ സർവാംഗവിജ്വരഃ. അസന്തുഷ്ടോ അസകൃത് ലോകാൻ ആപ്നോത്യപി സുരേശ്വരഃ അകിഞ്ചനോപി സന്തുഷ്ടഃ ശേതേ സർവാംഗവിജ്വരഃ. ആരാണ് എപ്പോഴും സന്തോഷിക്കുന്നത്, ആരാണ് എപ്പോഴും ദുഃഖിക്കുന്നത് എന്ന് പറയണം. ഇപ്പോൾ ബ്രാഹ്മണർക്ക് വേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണമാണ് സന്തുഷ്ടി. അതാണ് ഇവിടെ പറഞ്ഞ അസന്തുഷ്ട. അയാൾ സുരേശ്വര അപ്പി അസകൃത് ലോകാനാപ്നോതി. സുരേശ്വര അപ്പി, സുരേശ്വരൻ ദേവേന്ദ്രനാവട്ടെ, ദേവേന്ദ്ര പദവി കിട്ടിയാലും അസന്തുഷ്ടനാണെങ്കിൽ, വലിയ വലിയ പദവിയൊക്കെ കിട്ടിയിട്ടും തനിക്ക് തുഷ്ടിയില്ല, അസന്തുഷ്ടിയാണെങ്കിൽ അവൻ അസകൃത് ലോകാനാപ്നോതി. അസകൃത് എന്ന് പറയുമ്പോൾ പലപ്പോഴും, സകൃത് ഒരിക്കലാണ്, അസകൃത് പലപ്പോഴും, ലോകാനാപ്നോതി മറ്റ് ലോകങ്ങളെയൊക്കെ ഇങ്ങനെ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാലോ, അവന്റെ അന്വേഷണം, അവന്റെ വേട്ട, അല്ലേ, അവന്റെ സുഖത്തിന് വേണ്ടിയുള്ള ലോകങ്ങൾ കീഴടക്കൽ അവസാനിക്കുന്നില്ല. അവൻ വീണ്ടും അവന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? സന്തുഷ്ടിയില്ലായ്മ. അപ്പോൾ സന്തുഷ്ടിയില്ലായ്മയാണ് ഈ വെട്ടിപ്പിടിക്കാനുള്ളതായിട്ടുള്ള വ്യഗ്രതയ്ക്കൊക്കെ കാരണം. അവൻ ഇന്ദ്രനാണെങ്കിലും അവന് സന്തുഷ്ടിയില്ലെങ്കിൽ അവൻ പിന്നെയും ലോകങ്ങളെയൊക്കെ വെട്ടിപ്പിടിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ദുഃഖം അനുഭവിക്കും. എന്നാൽ അകിഞ്ചനോപി സന്തുഷ്ട, ഒരാൾ ഒന്നുമില്ലാത്തവനായിക്കോട്ടെ, അകിഞ്ചനാണ്, പക്ഷേ സന്തുഷ്ടനാണെങ്കിൽ, തനിക്കുള്ളതിൽ വെച്ച് തൃപ്തനാണെങ്കിൽ, സന്തുഷ്ടനാണെങ്കിൽ, ശേതേ സർവാംഗ വിജ്വരഃ, അയാള് സർവ അംഗത്തിലും ജ്വരം കൂടാതെ വിജ്വരനായിട്ട് എന്ന് പറഞ്ഞാലോ, ഒരു തരത്തിലുള്ള പീഡയും ഇല്ലാതെ, മാനസികമായ അസ്വസ്ഥതകളൊന്നുമില്ലാതെ എവിടെ കിടന്നാലും കിടക്കും. ശേതേ, ഒരു കരതല ഭിക്ഷ തരുതലവാസ, എവിടെ കിടക്കാനും തയ്യാറാണ്. ഒരു പുല്ല് പായ കിട്ടിയാൽ സന്തോഷം, കിടക്കാൻ കട്ടിൽ കിട്ടിയോ അതിലും സന്തോഷം, മെത്ത കിട്ടിയോ സന്തോഷം, കിട്ടിയില്ലെങ്കിലോ സന്തോഷം. അങ്ങനെ എവിടെ കിടന്നാലും അവൻ സുഖമായി കിടക്കുന്നു. വീണേടം വിഷ്ണുലോകം. അതാണ് അകിഞ്ചനോപി സന്തുഷ്ട ശേതേ സർവാംഗ വിജ്വരഃ. അപ്പൊ സന്തുഷ്ടി എന്നുള്ള ഗുണം നമ്മളെല്ലാവരും അഭ്യസിക്കേണ്ടതാണ്. എപ്പോഴും ഉള്ളത് വെച്ച് കണ്ടന്റഡ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക, കംപ്ലൈന്റ് പറയാതിരിക്കുക. തനിക്ക് അർഹതയുള്ളതെല്ലാം ഈശ്വരൻ തനിക്ക് എത്തിച്ചു തരും, വന്നു ചേർന്നുകൊണ്ടിരിക്കും. താൻ തൻ്റെ ധർമ്മം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നാൽ മതി. അതാണ് തൻ്റെ അർഹതയെ നിശ്ചയിക്കുന്നത്. യു ഗെറ്റ് വാട്ട് യു ഡിസർവ്, നോട്ട് വാട്ട് യു ഡിസയർ, ആൻഡ് ഹീ നോസ് വാട്ട് യു ഡിസർവ്. ആ കർമ്മഫലദാതാവായ ഈശ്വരന് അറിയാം നീ എന്തർഹിക്കുന്നു, നിനക്ക് എന്ത് തരണം. അപ്പം അതിൽ വിശ്വാസമുണ്ടായാൽ മതി. ശാന്തരായി, സ്വസ്ഥരായി, സന്തുഷ്ടരായി കഴിയാം.
ഇത് പരിശീലിക്കേണ്ടതാണ്, എല്ലാവരും പരിശീലിക്കേണ്ട ഗുണമാണ്. അല്ലെങ്കിൽ നമ്മുടെ സംസാരം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഇന്ദ്രനെ പോലെ ഓടിക്കൊണ്ടേയിരിക്കും. ഇന്ദ്രപദവി കിട്ടിയിട്ടും അസ്വസ്ഥനാണെങ്കിൽ അയാൾ ലോകങ്ങളെ കീഴടക്കാനായിക്കൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കും. അസന്തുഷ്ടോ അസകൃത് ലോകാൻ ആപ്നോത്യപി സുരേശ്വരഃ അകിഞ്ചനോപി സന്തുഷ്ടഃ ശേതേ സർവാംഗവിജ്വരഃ. വിപ്രാൻ സ്വലാഭസന്തുഷ്ടാൻ സാധൂൻ ഭൂതസുഹൃത്തമാൻ നിരഹങ്കാരിണ ശാന്താൻ നമസ്യേ ശിരസാ സകൃത്. വിപ്രാൻ സ്വലാഭസന്തുഷ്ടാൻ സാധൂൻ ഭൂതസുഹൃത്തമാൻ നിരഹങ്കാരിണ ശാന്താൻ നമസ്യേ ശിരസാ സകൃത്. ഭഗവാൻ നമസ്കരിക്കുന്നു. ഞാനിതാ എല്ലായ്പ്പോഴും നമസ്കരിക്കുന്നു. അസകൃത് നമസ്യേ. ആരെയൊക്കെ? എങ്ങനെയുള്ളവരെ? സ്വലാഭസന്തുഷ്ടാൻ സാധൂൻ ഭൂതസുഹൃത്തമാൻ നിരഹങ്കാരിണ ശാന്താൻ വിപ്രാൻ. അപ്പൊ എങ്ങനെയുള്ള വിപ്രന്മാരെ ഞാൻ ശിരസാ നമിക്കുന്നു, എപ്പോഴും നമസ്കരിക്കുന്നു. സ്വലാഭസന്തുഷ്ടാൻ, സ്വകീയമായി അല്ലെങ്കിൽ സ്വതവേ ലഭിക്കുന്നത് കൊണ്ട് സന്തുഷ്ടനായിട്ട്. യദൃച്ഛാലാഭ സന്തുഷ്ട എന്നർത്ഥം. തനിക്ക് അർഹിക്കുന്നത് എന്താണോ അത് വന്നു ചേരുന്നു, അതിൽ സന്തുഷ്ടനായിട്ട്. സാധൂൻ, സാധു എന്ന് പറഞ്ഞാൽ സാധുവായി സ്വധർമ്മം ആചരിക്കുന്നവൻ, പരന്മാർക്ക് ഉപദ്രവം ചെയ്യാതെ പരന്മാരെ സഹായിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ, തന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നവൻ സാധു. ഭൂതസുഹൃത്തമാൻ, മറ്റുള്ള ജീവരാശികൾക്കെല്ലാം സുഹൃത്തുക്കളിൽ വെച്ച് തമൻ, എല്ലാവർക്കും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, എല്ലാവരോടും കരുതലുള്ളവൻ, സ്നേഹമുള്ളവൻ. സർവഭൂത സുഹൃത്തമാൻ നിരഹങ്കാരിണ, അഹങ്കാരമില്ലാതെ ദേഹാഭിമാനമില്ലാതെ ശാന്താൻ, മനസ്സ് എപ്പോഴും ശാന്തരായിരിക്കുന്നവർ, കാമാദികൾ കൊണ്ട് കലുഷിതമല്ല മനസ്സ്. അങ്ങനെയുള്ള വിപ്രാൻ ബ്രാഹ്മണരെ അസകൃത ശിരസാ നമസ്യേ, ഞാൻ എല്ലായ്പ്പോഴും ശിരസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള യോഗ്യരായ ഉത്തമന്മാരായ ബ്രാഹ്മണരെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. അപ്പൊ ഈ യോഗ്യതയാണ് പ്രധാനം. അല്ലാതെ താൻ ബ്രാഹ്മണനാണെന്ന് ഞെളിഞ്ഞതുകൊണ്ട് അഭിമാനം കാണിച്ചതുകൊണ്ടൊന്നും ഭഗവാന്റെ ബഹുമാനത്തിന് ആരും പാത്രമാവുന്നില്ല. അപ്പൊ ഭഗവാൻ കണ്ടീഷൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ കണ്ടീഷൻസ് ആരാണോ പാലിക്കുന്നത്, ആരാണോ ഫിറ്റായിരിക്കുന്നത്, അവർക്കുള്ളതാണ് ഭഗവാന്റെ നമസ്കാരം. അങ്ങനെ ഭഗവാൻ നമസ്കരിക്കുന്നവരെ എല്ലാവരും നമസ്കരിക്കും. അത് സ്വയം യോഗ്യത നേടുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. കച്ചിദ്വക്കുശലം ബ്രഹ്മൻ രാജതോ യസ്യ ഹി പ്രജാഃ സുഖം വസന്തി വിഷയേ പാല്യമാനാഃ സമേ പ്രിയഃ. കച്ചിദ്വക്കുശലം ബ്രഹ്മൻ രാജതോ യസ്യ ഹി പ്രജാഃ സുഖം വസന്തി വിഷയേ പാല്യമാനാഃ സമേ പ്രിയഃ. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, വഹ രാജതഃ കുശലം കച്ചിത്, അങ്ങേക്ക് രാജാവിൽ നിന്ന് കുശലം തന്നെയാണോ? അങ്ങ് ഏത് രാജ്യത്തുനിന്ന് വരുന്നുവോ ആ രാജ്യത്തെ രാജാവ് ബ്രാഹ്മണരായ നിങ്ങളെ വേണ്ട പോലെ സംരക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ ധർമാചരണത്തിന് വേണ്ട ആ സാഹചര്യം ഒരുക്കി തരുന്നുണ്ടോ? രാജാവിന്റെ ധർമ്മമാണ് സ്വസ്തി പ്രജാഭ്യ ന്യായേന മാർഗേണ പരിപാലയന്താം. അല്ലേ? രാജാക്കന്മാര് മഹിഷാഹ ന്യായേന മാർഗേണ പരിപാലയന്താം. ന്യായമാർഗം കൊണ്ട് പരിപാലനം ചെയ്യണം. അപ്പോഴാണ് പ്രജകൾക്ക് സ്വസ്തി ഉണ്ടാവുന്നത്. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. അർഹിക്കുന്നവർക്കെല്ലാം ശുഭമുണ്ടാകുന്നു. അപ്പോ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. രാജാക്കന്മാരാണ് ഓരോ വർണ്ണത്തിലുള്ളവർക്കും അവരുടെ ധർമ്മം അനുഷ്ഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിൽ പ്രത്യേകിച്ച് സാധുക്കളായിട്ടുള്ള നിരുപദ്രവകാരികളായ സർവഭൂതഹിതം ഇച്ഛിക്കുന്നവരായ ഉത്തമ ബ്രാഹ്മണർക്ക്. അതാണ് ഹേ അല്ലയോ ബ്രഹ്മൻ, വഹ രാജതഃ കുശലം കച്ചിത്, നിങ്ങൾക്ക് രാജാവിൽ നിന്ന് കുശലം തന്നെയല്ലേ? രാജാവ് നിങ്ങളെ ഉപദ്രവിക്കുന്നില്ലല്ലോ, നിങ്ങളിൽ നിന്ന് കരമൊന്നും പിരിക്കുന്നില്ലല്ലോ, അല്ലേ? ഇങ്ങനെ ദാനം കൊണ്ട് ജീവിക്കുന്ന വളരെ
നിസ്സാരമായിട്ട് ലളിതമായി ജീവിക്കുന്നവരിൽ നിന്ന് കരം പിരിച്ചെടുക്കാൻ പാടില്ല എന്നൊക്കെ പണ്ട് വ്യവസ്ഥകളുണ്ടായിരുന്നു. അവർക്ക് കരം തരാനുള്ള കഴിവൊന്നുമില്ല. വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നില്ല, രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് കരം പിരിക്കുന്നില്ല, അല്ലേ? ബ്രാഹ്മണാൾ ഹോട്ടൽ നടത്തുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് കരം കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല, വൈശ്യ സ്വഭാവം കാണിക്കുന്നവരാണെങ്കിലോ തീർച്ചയായിട്ടും കൊടുക്കണം. ക്ഷത്രിയ സ്വഭാവം കാണിക്കുന്നവരും കൊടുക്കണം, ശൂദ്ര സ്വഭാവം കാണിക്കുന്നവരും കൊടുക്കണം. യഥാർത്ഥ ബ്രാഹ്മണ ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ കുശലം ഗച്ഛിത് യസ്യ വിഷയേ പാല്യമാനാഹ പ്രജാഹ സുഖം വസന്തി സഹ മേ പ്രിയ. യസ്യ വിഷയേ, ഏതൊരുവന്റെ രാജ്യത്ത് എന്നർത്ഥം. വിഷയം എന്ന് പറഞ്ഞാൽ രാജ്യം. ഏതൊരു രാജാവിന്റെ രാജ്യത്ത് പാല്യമാനാഹ പ്രജാഹ, പരിപാലിക്കപ്പെടുന്ന പ്രജകൾ സുഖം വസന്തി, സുഖമായി വസിക്കുന്നത്, സഹമേ പ്രിയ, അങ്ങനെയുള്ള രാജാവ് എനിക്ക് പ്രിയനാണ്. അപ്പൊ ധർമ്മം അനുഷ്ഠിച്ച് മറ്റുള്ളവർക്ക് ധർമ്മം അനുഷ്ഠിക്കുവാനുള്ള വ്യവസ്ഥകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഉത്തമനായിട്ടുള്ള രാജാവ് എനിക്ക് പ്രിയനാകുന്നു. ഭഗവാൻ ക്ഷത്രിയന്മാരിൽ രാജാക്കന്മാരോടുള്ള പ്രിയവും പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെ ഇരിക്കണം ഉത്തമ രാജാക്കന്മാര്? യതസ്ത്വം ആഗതോ ദുർഗം നിസ്തീര്യേഹ യദിച്ഛയാ സർവം നോ ബ്രൂഹി അഗുഹ്യം ചേത് കിം കാര്യം കരവാമതേ. യതസ്ത്വം ആഗതോ ദുർഗം നിസ്തീര്യേഹ യദിച്ഛയാ സർവം നോ ബ്രൂഹി അഗുഹ്യം ചേത് കിം കാര്യം കരവാമതേ. യതഃ, ഏതു ദിക്കിൽ നിന്ന്, യദിച്ഛയാ ദുർഗം നിസ്തീര്യ ഇഹത്വം ആഗതഃ. യദിച്ഛയ, എന്താഗ്രഹിച്ചുകൊണ്ടാണ് ദുർഗം നിസ്തീര്യ, ഈ സമുദ്രത്തിലേക്ക് കടന്ന്, അല്ലേ, ദുർഗമമായിട്ടുള്ള വഴികളൊക്കെ കടന്ന് തരണം ചെയ്ത് ഇഹത്വം ആഗതഃ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. സർവം അഗുഹ്യം ചെയ്ത് നഹ ബ്രൂഹി, സർവം അങ്ങേക്ക് പറയാനുള്ളതെല്ലാം അഗുഹ്യം ചെയ്ത്. അഗുഹ്യം ന ഗുഹ്യം, ഗുഹ്യം രഹസ്യം. അപ്പൊ രഹസ്യമല്ലെങ്കിൽ ബ്രൂഹി, പറഞ്ഞാലും എന്നോട് പറഞ്ഞാലും, നഹ ബ്രൂഹി തേ കിം കാര്യം കരവാമ, അങ്ങേക്ക് ഞാൻ എന്തു കാര്യമാണ് ചെയ്തു തരേണ്ടത്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, അല്ലേ? അതാണ് ഭഗവാൻ ചോദിക്കുന്നത്. തേ കിം കാര്യം കരവാമ, അങ്ങേക്ക് ഞാൻ എന്ത് കാര്യം ചെയ്തു തരണം? ഞാൻ മാത്രമല്ല, കരവാമ എന്നുള്ള ബഹുവചനം പ്രയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ ദ്വാരകാവാസികൾ, ഉഗ്രസേന രാജാവോ എൻ്റെ ജ്യേഷ്ഠനോ എൻ്റെ അച്ഛനോ എൻ്റെ ബന്ധുക്കളോ, ഞങ്ങൾ അങ്ങേക്ക് എന്ത് കാര്യമാണ് ചെയ്തു തരേണ്ടത് അങ്ങ് പറയൂ എന്ന് ചോദിക്കുന്നു. ഏവം സംപൃഷ്ട സംപ്രശ്നോ ബ്രാഹ്മണ പരമേഷ്ഠിന ലീലാഗൃഹീതദേഹേന തസ്മൈ സർവം അവർണയത്. ഏവം സംപൃഷ്ട സംപ്രശ്നോ ബ്രാഹ്മണ പരമേഷ്ഠിന ലീലാഗൃഹീതദേഹേന തസ്മൈ സർവം അവർണയത്. ഏവം, ഇപ്രകാരം, ലീലാഗൃഹീതദേഹേന പരമേഷ്ഠിന സംപൃഷ്ട സംപ്രശ്ന ബ്രാഹ്മണ. ഇപ്പൊ ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചതാണ് ലീലാഗൃഹീത ദേഹൻ. ലീലയായി ധരിച്ച ദേഹത്തോടു കൂടിയവനായ പരമേഷ്ഠിന, പരമേശ്വരനാൽ വലിയ കർമ്മം ചെയ്യുന്ന, സൃഷ്ടിസ്ഥിതി സംഹാരാദികളെല്ലാം ചെയ്യുന്ന ആ ഭഗവാനാൽ സംപൃഷ്ട സംപ്രശ്ന ബ്രാഹ്മണ, സമ്യക്കായി പ്രശ്നം ചെയ്യപ്പെട്ട ആ ചോദ്യത്തോടു കൂടിയവനായ ബ്രാഹ്മണൻ, തസ്മൈ സർവം അവർണയത്, ആ ഭഗവാനോടായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വർണ്ണിച്ചു കൊടുത്തു. അപ്പൊ ബ്രാഹ്മണൻ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വർണ്ണിച്ചു. എന്താ എല്ലാ കാര്യവും എന്ന് പറഞ്ഞത്? തനിക്ക് പ്രശ്നമൊന്നുമില്ല, തൻ്റെ പ്രശ്നം പറയാമെന്നതല്ല. ഞാൻ വരുന്നത് വിദർഭദേശത്ത് നിന്നാണ്. അവിടെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഞങ്ങൾ കഴിച്ചു കൂട്ടുന്നു. പക്ഷേ ഞാൻ വന്നത് ഒരു ദൗത്യവുമായിട്ടാണ്. അവിടുത്തെ രാജകുമാരിയായ ആ ഭീഷ്മകന്റെ പുത്രിയായ രുക്മിണി ദേവിയുടെ ഒരു നിവേദനവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ നിവേദനം എന്താണ്? രുക്മിണി ദേവിക്ക് എന്താണ് എന്നെ അറിയിക്കാനുള്ളത്?
അങ്ങ് തന്നെ വായിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ രുക്മിണിയുടെ വാചകങ്ങൾ ആ ദൂത് രുക്മിണി എഴുതിയതായിട്ടുള്ള തൻ്റെ നിവേദനത്തെ വായിച്ചു കേൾപ്പിക്കുകയാണ്. രുക്മിണ്യുവാച. അപ്പോൾ അതൊരു 6-7 ശ്ലോകങ്ങളുണ്ട്. ഗംഭീരമായിട്ടുള്ള രുക്മിണിയുടെ പ്രാർത്ഥനകൾ. നമുക്കത് വൈകുന്നേരം നോക്കാം. 43 വരെ, 37 മുതൽ 7 ശ്ലോകങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ശ്ലോകം കൂടെ. അപ്പോൾ ഈ അധ്യായം അതോടുകൂടി തീരും. വൈകുന്നേരം കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് കാണാം.